السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പരപ്പനങ്ങാടിയിലെ നല്ലവരായ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണം ഏറ്റവും ശരിയായ നിലയിൽ നിർവഹിക്കപ്പെടുക എന്ന മഹാദൗത്യമാണ് ഈ നിലക്കുള്ള ചർച്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അബദ്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ആരിലാണോ അതുള്ളത് തിരുത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സത്യസന്ധമായ പ്രചരണത്തിനും പ്രബോധനത്തിനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾ അതിൻ്റെ 6ാമത്തെ പരിപാടിയിലാണ് നാം എല്ലാവരും സംഗമിച്ചിട്ടുള്ളത്. സത്യത്തെ തകർക്കാനും സത്യസന്ധരായിട്ടുള്ള ആളുകളെ താറടിച്ച് കാണിക്കാനും വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകൾ അതവർക്ക് തന്നെ തിരിച്ചടിയായി തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും തിരുത്തലും ശ്രദ്ധിക്കലുമൊക്കെ അനിവാര്യമാണ് എന്നതിലേക്ക് അത്തരം ആളുകൾ കടന്നു വരുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പരിപാടിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രാമാണികമായി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഏതാനും കാര്യങ്ങളുടെ വസ്തുതകൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. മർക്കസു ദഅവ വിഭാഗത്തിന് ആശയപരമായി സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ ചതവ് അത് കൂടുതൽ വീങ്ങിക്കൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നത് പല വിഷയങ്ങളിലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നത് കഴിഞ്ഞ ഇവിടെയുള്ള സംസാരത്തെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ തകർക്കാൻ മനസ്സിൽ ഒരജണ്ടയും പുറത്ത് മറ്റൊരു സ്വഭാവവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള കപടന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയ ഒരു കാര്യം ഈ സമയത്ത് സൂചിപ്പിക്കുന്നത് വളരെ പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. ഒരാശയത്തിൽ, ഒരാദർശത്തിൽ ഉറച്ചു നിൽക്കാതെ അണികൾക്ക് മുമ്പിൽ, സമൂഹത്തിനിടയിൽ ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണ്, ഈ പക്ഷത്താണ് എന്ന് പറയുകയും അതോടൊപ്പം അവിശ്വാസത്തിനും
പ്രമാണ നിഷേധത്തിനും എല്ലാ നിലക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസികളുടെ സ്വഭാവം തന്നെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പലതിലേക്കും ചെരിഞ്ഞ് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക എന്നത് കപടവിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ മാറ്റി നിർത്തി ദേഹേച്ഛകൾക്കും തന്നിഷ്ടങ്ങൾക്കും ദുർബലമായ ബുദ്ധിക്കും അനുസരിച്ച് മതവിഷയങ്ങളെ വളച്ചൊടിച്ച് വക്രീകരിച്ചു പോകുന്ന ഒരു സ്വഭാവത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗം കാണിച്ചു കൊടുക്കുകയില്ല എന്ന് വളരെ ഗൗരവത്തോടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ ഇതിൻ്റെ താൽപര്യം അൽ മുനാഫിഖീന മുഹയ്യരീന ബൈനൽ ഈമാനി വൽ കുഫർ, കപടവിശ്വാസികളെ സംബന്ധിച്ചാണ്. അവർ വിശ്വാസത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ഇടയിൽ കടന്ന് കളിക്കുകയാണ്. ഫലാഹും മഅൽ മുഅ്മിനീന ളാഹിറൻ വബാതിന, പ്രത്യക്ഷമായും പരോക്ഷമായും വിശ്വാസികളെ കൂടെ നിൽക്കാൻ അവരില്ല. വലാ മഅൽ കാഫിരീന ളാഹിറൻ വബാതിന, എന്നാൽ ഞങ്ങൾ നിഷേധികളാണെന്ന് പ്രത്യക്ഷമായി പരോക്ഷമായി തുറന്നു പറയാനും അവരില്ല. ബൽ ളവാഹിറുഹും മഅൽ മുഅ്മിനീൻ, പ്രത്യക്ഷത്തിൽ വിശ്വാസികളുടെ ഭാഗം ചേരുകയും വബവാതിനുഹും മഅൽ കാഫിരീൻ, അവിശ്വാസത്തിന് സത്യനിഷേധത്തിന് മതനിഷേധത്തിന് മനസ്സ് പാകപ്പെടുത്തി പോവുകയും ചെയ്യുന്നവരാണ്. വമിൻഹും മയ്യഅ്തരീഹി ശക്ക്, സംശയം അവരിൽ പലരെയും പ്രയാസപ്പെടുത്തുകയാണ്. ഫതാറത്തൻ യമീലു ഇലാ ഉലായി വതാറത്തൻ യമീലു ഉലായിക, അവസരം കിട്ടുമ്പോൾ വിശ്വാസികളുടെ ഭാഗത്തേക്കും മറ്റൊരവസരത്തിൽ നിഷേധികളുടെ ഭാഗത്തേക്കും സംശയത്തിൽപ്പെട്ടവർ മാറിക്കൊണ്ടിരിക്കുമെന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു നൂറ്റാണ്ടുകാലമായി പ്രാമാണികമായി മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ ആശയധാരയിൽ നിന്ന്, ആദർശവീതിയിൽ നിന്ന് പരിപൂർണമായും അതെല്ലാം വലിച്ചെറിഞ്ഞു കൊണ്ടുപോയവർ, അവർക്ക് വേണ്ടിടത്ത് ഞങ്ങൾ മുജാഹിദുകളാണ്, ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ പൂർവികരുടെ പാരമ്പര്യത്തിലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അവകാശവാദം ഒരിക്കലും യാഥാർത്ഥ്യമല്ല, അത് വ്യർത്ഥ്യമാണ്, കപടതയാണ്. ഇത്തരം വചനങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പല ആളുകളും ആശങ്കയോടെ മനപ്രയാസത്തോടെ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നു. യഥാർത്ഥത്തിൽ ഓരോ സമൂഹത്തിലെയും ഓരോ കാലഘട്ടത്തിലെയും യഥാർത്ഥ പണ്ഡിതന്മാർ, അറിവുള്ളവർ കൃത്യമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം നിഷേധ പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ച് കാതുകൾ മൂടിവെച്ച് തലതിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, സഹോദരങ്ങളെ, അതെന്തുമാത്രം വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട്, അഹ്ലി കിതാബിൻ്റെ ആളുകളോട് ഒരു കരാർ എടുത്തിട്ടുണ്ട്. ആ കരാർ എന്തായിരുന്നു? ലതുബയ്യിനുന്നഹു ലിന്നാസ്, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ദീൻ അത് കൃത്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം, ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുക്കണം. വലാ തക്തുമൂനഹു, ഒന്നിനെയും നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഒരു വിധി എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു പ്രശ്നം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, അതൊരിക്കലും തന്നെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു കിതാബിനോട്
വാഗ്ദാനം, ഒരു കരാർ വെച്ചിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് ലോകത്ത് വരാനുള്ള, ലോകം അവസാനിക്കുന്നത് വരെ ഈ ഭൂമിയിൽ വരാനുള്ള എല്ലാവർക്കും നിർവഹിക്കാനുള്ള ഒരു കരാറായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവിടെ നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകം, ഈ കാര്യത്തെ പ്രയാസമായി കാണുന്ന, ഈ കാര്യം നിർവഹിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ, ഇത്തരം നിഷേധങ്ങളുമായി മാനസികമായി ചേർന്ന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ, അതുപോലെ തന്നെ രാവും പകലും പണിയെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർക്ക് ഒരു മനോധൈര്യം, ഒരു മനക്കരുത്ത് കിട്ടാൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹയുടെ ആ വാചകം വളരെ ശ്രദ്ധേയമായതാണ്. അദ്ദേഹം പറഞ്ഞു, വഫി ഹാദാ, ഈ ആയത്തിൽ പറഞ്ഞത് പ്രകാരം തഹദീറുൽ ഉലമാ, പണ്ഡിതന്മാർക്ക് വല്ലാത്ത ഒരു മുന്നറിയിപ്പുണ്ട്. അതെന്താണ്? അയ്യസുലുകു മസ്ലകഹും ഫയുസീബഹും മാ അസ്വാബഹും. ജൂത ക്രൈസ്തവർ, അഹ്ലി കിതാബിന്റെ ആളുകൾ, ബനു ഇസ്രായേല്യർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വച്ചത് കാരണമായി അവരെ ബാധിച്ച ഒരു കാര്യം നിങ്ങളെയും ബാധിക്കുക, എന്നിട്ടോ നിങ്ങൾ അവരുടെ മാർഗത്തിൽ പ്രവേശിക്കുക. ഇതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ പറയുമ്പോൾ, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവുമായി വരുന്നവരുണ്ടെങ്കിൽ ഈ താക്കീദിനെ, മുന്നറിയിപ്പിനെ പേടിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഫഅലൽ ഉലമാ, അറിവുള്ളവരുടെ മേൽ നിർബന്ധമാണ്, അയ്യബ്ദുലു മാ ബിഐദീഹിം മിനൽ ഇൽമിൻ നാഫിഅ, അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ അവർ കരഗതമാക്കിയിട്ടുള്ള, അവർ നേടിയിട്ടുള്ള ഏറ്റവും നല്ല അറിവ്, വിശുദ്ധ ഖുർആനും നബിചര്യയും മുന്നിൽ വെച്ചുകൊണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇജ്മാ മുന്നിൽ വെച്ചുകൊണ്ട്, ഓരോ പ്രശ്നങ്ങളിലും തെളിവിനെ മുൻനിർത്തി പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള ഖിയാസ്, അവർ നിർദ്ധാരണം ചെയ്തെടുത്ത കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കൽ നിർബന്ധമാണ്. അദ്ദാലി അലൽ അമലി സ്വാലിഹ്, ആ നല്ല അറിവ് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കണം. വലാ യക്തുമു മിൻഹു ശൈആ, അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ വിശദീകരണമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, പ്രബോധകരെ, നമ്മുടെ മനസ്സിന് സ്ഥൈര്യം നൽകുന്ന, വല്ലാത്ത ഒരു ഉണർവ് നൽകുന്ന വാചകങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. അവരത് മനസ്സിലാക്കി തരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നാളെ സ്വർഗത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ കേൾവിയും ഈ പഠനവും ഈ പ്രചരണവും ഈ സംസാരവും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സകലമാന പ്രവർത്തനങ്ങളും നമ്മുടെ നീയത്ത് മാറിയിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കണക്കനുസരിച്ച് കൂലി കണക്കാക്കപ്പെടുന്ന കാര്യമാണ് ഇൻഷാ അള്ളാഹ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ പരിപാടിയിൽ അതിനെ ശ്രദ്ധിച്ചവർക്ക്, അതിനെ കേട്ടവർക്ക് കൃത്യമായി ഓർമ്മയിലുള്ള കാര്യമായിരിക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ട 40 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് എന്താണോ അതിന് അർഹിക്കുന്ന മറുപടി അത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നവർക്ക് ആ മറുപടികളിൽ നിന്ന് ഇന്നതൊക്കെ തെറ്റാണ്, ഇന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞൊരു മറുപടി പറയാൻ അവർക്ക് അവർ കൊണ്ട് നടക്കുന്ന ആശയം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് ഈ 6ാമത്തെ പരിപാടിയിൽ എത്തി നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ആദർശ പോരാട്ടത്തിൻ്റെ വലിയ വിജയമാണ്. അള്ളാഹു നൽകിയ തൗഫീഖ് അത്യപാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരിപാടി, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പരിപൂർണമായും കേട്ട് ഉറപ്പിച്ചിട്ടാണ് ഈ പറയുന്നത്. ആ 40 ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി പറഞ്ഞ മറുപടികളിൽ ഇത് പൂർണ്ണമായും ശരിയല്ല, ഭാഗികമായി ശരിയാണ്, ഇത്ര എണ്ണം ശരിയാണ്, ഇത്ര എണ്ണം തെറ്റാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ബഹുമാനായ അലി മദനി, നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ എതിർത്തുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ
നിങ്ങൾക്ക് മതിയായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഉൾക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് നന്നായി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ മൗനം പാലിച്ചത് എന്തിൻ്റെ അടയാളമാണ്? ഉത്തരങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. മൗനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ബിക്ർ, ഒരു കന്യക, ആ കന്യകയെ വിവാഹം ആലോചിക്കപ്പെട്ടാൽ അവള് പുഞ്ചിരിച്ചിങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതവളെ ഇതിനാണ്, അനുമതിയാണ്, എനിക്ക് ഈ കല്യാണത്തിന് അനുമതി ഉണ്ട് എന്നാണ് അർത്ഥം. അവർ തൊള്ള തുറക്കണമെന്നില്ല. ഇവിടെ ബഹുമാനനായ അലി മദനി തൊള്ള തുറക്കാത്തത് കൊണ്ട് ആ ചോദ്യങ്ങളെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല 160 ചോദ്യങ്ങൾ ആലോചിക്കണം. 3 പ്രഭാഷണങ്ങളിൽ വിഷയസംബന്ധമായി വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള 160 ചോദ്യങ്ങൾ കൊടുത്തിരുന്നു. ആ ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിനാണ് നിങ്ങൾ മറുപടി തന്നത്? ഒരു 10 എണ്ണത്തിന് നിങ്ങൾ കൃത്യമായ മറുപടി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കതൊന്ന് പരിശോധിക്കാമായിരുന്നു. മറുപടി ഇല്ലാത്തത് കൊണ്ട് ആ ചോദ്യങ്ങളെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. ആ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. അതിൻ്റെ ബാക്കി ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഇവിടെ ചോദ്യങ്ങളായി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ പഴയ കാലം മുതലേ പറയപ്പെടാറുള്ളൊരു കാര്യമാണല്ലോ, നാട്ട വളഞ്ഞാൽ വള്ളിയും വളയുന്നാണ്. അത് വല്ലാത്തൊരു പഴമൊഴിയാണ്. 2000-ൽ ബഹുമാനനായ ഹുസൈൻ മടവൂർ സാഹിബിന് ഒരു വളവ് സംഭവിച്ചു. ആ വളവിൻ്റെ പിന്നാലെ പോയ നിങ്ങളെപ്പോലെയുള്ള വള്ളികൾക്കും വളവ് സംഭവിച്ചു. അത്രയേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. 2000-ൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും എന്തായിരുന്നോ അത് CD ടവർക്കാരുടെ ആ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി അതേ കാര്യം കുറച്ചുകൂടി കനത്തിൽ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടയുടെ വളവ് തീരാതെ വള്ളികളായ നിങ്ങളുടെ വളവുകൾ തീരൂല. അത് ഈ ദുന്യാവിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങളെ അത് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിച്ചോളൂ. ഇതൊരു വാശിപ്പുറത്തല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിൻ്റെ വിഷയങ്ങൾ കൊണ്ട് കളിച്ചാൽ സാധാരണ ഗ്രൗണ്ടിൽ പന്ത് കളിക്കും പോലെയല്ല, കല്ലുകൊണ്ട് അമ്മാനമാടി കുട്ടികൾ കളിക്കുന്ന കളിയല്ല, കളം വരച്ച് കുട്ടികൾ കളിക്കുന്ന കളിയല്ല. ഇത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉത്തമ തലമുറയും മുതൽ ഇങ്ങോട്ട് ജീവിച്ച അയിമ്മത്തിൻ്റെ പണ്ഡിതന്മാരുടെ ആ മാർഗവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ആ പേടി മനസ്സിൽ നിന്ന് വിടാതെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, 8ഓളം ആരോപണങ്ങൾ, അതിശക്തമായ ആരോപണങ്ങൾ, അഥവാ ഒരു അക്ഷരം കൊണ്ട് പോലും യഥാർത്ഥ മുജാഹിദുകളുടെ കാര്യത്തിൽ ശരിയെന്ന് പറയാൻ പറ്റാത്ത 8ഓളം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനനായ അലി മദനി അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങിയത്. 1-2 കാര്യങ്ങൾക്ക് ബഹുമാനനായ മാലിക് സലഫി ഇവിടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. പറയട്ടെ, അലി മദനിയുടെ 1-ാമത്തെ ആരോപണം കേൾക്കുക. തൗഹീദിനെ പൊളിക്കുന്ന ഒരു ടീമാണ് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദിൽ വെള്ളം ചേർക്കുന്നവരാണ് വിസ്ഡത്തിന്റെ ആളുകളെന്ന് കൃത്യമായി ഈ പ്രോഗ്രാം കൊണ്ട് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. നല്ല തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ബഹുമാനനായ അലി മദനി നിങ്ങൾ നിങ്ങളുടെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ ശരിക്കവിടെ വെക്കണം. എന്താ അറിയോ, ഇനി ചില കാര്യങ്ങൾ കൃത്യ തെളിവുകൾ വെച്ച് ഇവിടെ കാണിച്ചു തരും. എന്തെങ്കിലും പറഞ്ഞു പോകുകയല്ല, തെളിവുകൾ വെച്ച് കാണിച്ചു തരും. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടല്ലോ, ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന തൗഹീദിനെ പൊളിച്ച് അതിൽ വെള്ളം ചേർത്താണ് ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പോകുന്നത് എന്ന് ഈ പരിപാടിയിലൂടെ തെളിഞ്ഞു എന്നാണ്. വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ 6 സംസാരങ്ങളിൽ നിന്ന് യഥാർത്ഥ മുജാഹിദുകൾ ഒരു നൂറ്റാണ്ടുകാലം നിലനിർത്തി പോന്ന ആശയത്തിൽ വെള്ളം ചേർത്തു, അത് പൊളിച്ചു എന്ന് എങ്ങനെയാണ് നിങ്ങൾ തെളിയിച്ചത്? നിങ്ങളുടെ നാവിൻ തുമ്പത്ത് വരുന്ന വാചകങ്ങൾ
പദങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടാണോ തെളിയിച്ചത്? അതിൻ്റെ കൃത്യമായ മാന്യമായ എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾ കാണിച്ചോ? ഇതുവരെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യഥാർത്ഥ തൗഹീദിനെ ഇസ്ലാമിൻ്റെ അടിത്തറയായി, ഇസ്ലാമിൻ്റെ ആണിക്കല്ലായി, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തൗഹീദിൻ്റെ പ്രഖ്യാപനം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന അതിമഹത്തായ ആ പ്രഖ്യാപനത്തിൽ നിന്ന് ആരാണ് സഹോദരങ്ങളെ തെറിച്ചു പോയത്? പലരും ഈ കേരളക്കരയിൽ തെറിച്ചു പോയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത തെറിച്ചു പോയി മുന്നോട്ട് പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് 75 വർഷമായി ആ തെറ്റ് ഇപ്പോഴും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തബ്ലീഗ് ജമാഅത്തിന് പ്രശ്നം വന്നു, എല്ലാവർക്കും വന്നു. 2000-ൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ പല ആരോപണങ്ങളെയും കളവുകളെയും വലിച്ചു കൊണ്ടുവന്ന് യഥാർത്ഥ മുജാഹിദുകളെ നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. 2007 ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നിങ്ങൾക്കും പുറത്തു പോകേണ്ടി വന്നു. 5/6/2011 ആ കറുത്ത യോഗം, കറുത്ത മീറ്റിംഗ് CD ടവർ കേന്ദ്രമാക്കി അബ്ദുറഹ്മാൻ സലഫിയുടെ അധ്യക്ഷതയിൽ നടന്നപ്പോൾ CD ടവറുകാർക്കും ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു മൺതരി പിറകോട്ട് പോയിട്ടില്ല. ആ സഹായത്തേട്ടം ആരാധനയാണ്, അത് റബ്ബിന് മാത്രമുള്ളതാണ്. മനുഷ്യനോ മരിച്ചവർക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ ഒന്നിനും അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. ആരാ വകവെച്ചു കൊടുത്തത്? സാക്ഷാൽ മർക്കസു ദഅവ വിഭാഗം അത് വകവെച്ചു കൊടുത്തു. കേട്ടോളൂ, പറയട്ടെ. മനുഷ്യ കഴിവ്, സൃഷ്ടികളുടെ കഴിവ്, ഇയ്യാക നസ്തഈൻ എന്നത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടമാണ്. അതിനപ്പുറം സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതല്ല. ജിന്നിനെയും മലക്കിനെയും അതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. നമ്മൾ ഉമർ മൗലവി, അമാനി മൗലവി, അങ്ങനെ KM മൗലവി, EK മൗലവി, ഇവരുടെയൊക്കെ ഉദ്ധരണികൾ എടുത്ത് കൃത്യമായി നമ്മൾ പറഞ്ഞു. കേട്ടല്ലോ, ഈ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. എന്നിട്ടോ ജിന്നുകളെയും മലക്കുകളെയും കൂട്ടിപ്പിടിക്കാൻ വേണ്ടി സൃഷ്ടികളെ കഴിവാക്കി മാറ്റി. ആര്? നമ്മൾ മാറ്റി. നമ്മളല്ലത് മാറ്റിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നത് ആ സഹായത്തേട്ടം ഇബാദത്താകുന്ന, ആരാധനയാകുന്ന സഹായത്തേട്ടമാണ്. അത് തവക്കുലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതാണ്. അതുപോലെ തന്നെ തൗഫീഖിന് വേണ്ടിയുള്ള തേട്ടമാണ്. എത്ര തെളിവുകൾ നിരത്തി ആ കാര്യം ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് തൗഫീഖ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്നില്ല, ഇനിയും തെളിവുകൾ നിരത്താം. എന്താ അറിയോ? ഒന്ന്, ആയത്ത് കൊണ്ടാണല്ലോ വ്യാഖ്യാനിക്കേണ്ടത്, ആണല്ലോ. ഈ ആയത്തിന് മഹാനായ ശുഹൈബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വെച്ചുകൊണ്ട് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ കൊടുത്ത ഒരു വ്യാഖ്യാനമുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എടത്തനാട്ടുകരയിലെ 3-ാം ഖണ്ഡനത്തിൽ ഇത് കൃത്യമായി വായിച്ചിരുന്നു. ഇന്ന് ബേജാറ് കൂട്ടിയവിടെ മറുപടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് പ്രതികരണം ഉണ്ടെങ്കിൽ നോക്കാം. എന്താണ് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ല പറയുന്നു? ശുഹൈബ് നബി അലൈഹിസ്സലാം അദ്ദേഹം മനുഷ്യനാണല്ലോ. ആ മനുഷ്യനായിട്ട് കൂടി അദ്ദേഹം പറയുന്നു, ലാ ബിഹൗലി വലാ ഖുവതി, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ റബ്ബിൻ്റെ തൗഫീഖ്, വമാ തൗഫീഖി ഇല്ലാ ബില്ലാ എന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ റബ്ബ് തീരുമാനിക്കണം. ഇത് പറഞ്ഞിട്ട് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ തെളിവായി കൊടുത്തു, കമാ ഖാല തആല ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അല്ലാഹുവിനെ ആരാധിച്ചോ, അവൻ്റെ മേൽ തവക്കുലാക്കിക്കോ. കഴിഞ്ഞില്ല, വഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എവിടെ മനുഷ്യൻ പുറത്തായത്? എവിടെ മനുഷ്യൻ പുറത്തായത്? ശുഹൈബ് നബി അലൈഹിസ്സലാം
അദ്ദേഹത്തെ സ്വയം പുറത്താക്കിയോ? എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചോ? ഇല്ല. അപ്പോ തൗഫീഖിന് വേണ്ടിയുള്ള തേട്ടമാണ്, അത് റബ്ബിൽ നിന്ന് മാത്രമേ കാംക്ഷിക്കാൻ പാടുള്ളൂ. നിങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആശയത്തിന് വേണ്ടി സൃഷ്ടികൾ എന്നത് മനുഷ്യനാക്കി മനുഷ്യനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോവുകയാണ്. അത് ഞങ്ങൾ കുറ്റക്കാരല്ല. ഇനിയോ തഫ്സീർ തൊബരി, ഇമാം തൊബരി എന്ന ഹിജറ 310 ഇമാം തൊബരി റഹിമഹുല്ല എന്താണ് ആയത്തിന് കൊടുത്തത് നോക്കൂ നിങ്ങൾ. വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ വയ്യാക റബ്ബന നസ്തഈനു അലാ ഇബാദത്തിനാ, ഞങ്ങൾക്കുള്ള ആരാധനയിൽ നിന്നോട് സഹായം തേടുന്നു. ഇയ്യാക വതഅതിനാ, നിന്നെ അനുസരിക്കുന്നതിൽ, ലക ഫീ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളെ മുഴുവൻ കാര്യങ്ങളിലും, ലാ അഹദൻ സിവാക, നീയല്ലാതെ ഒരാളുമില്ല. നീയല്ലാതെ ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ പുറത്താകും? എങ്ങനെ പുറത്താകും? മലക്കും ജിന്നും ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ വരും? ഒരു സിട്ടിയും വരൂല. അപ്പൊ ഇവർ ചോദിക്കും, അപ്പൊ നിങ്ങളും സമസ്തക്കാരും എന്താ വ്യത്യാസം? അതിനുള്ള മറുപടി എവിടെ ഉണ്ട്? ഈ തൊബിരിയിലുണ്ട്. സീഡിട്ടവരുകാർ ആവശ്യപ്പെട്ടു, അത് വേണ്ട പോലെ വായിച്ചു കൊടുത്തു, പ്രതികരണമില്ല. നോക്കൂ നിങ്ങൾ, ഇമാം തൊബിർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇത് കാനമയ്യക്ഫുറു ബിക യസ്തഈനു ഫീ ഉമൂരിഹി മഅബൂദഹു അല്ലദീ യഅബുദുഹു മിനൽ ഔസാനി ദൂനക. അപ്പോ നിന്നിൽ വിശ്വാസമില്ലാത്തവർ നിനക്ക് പുറമെ അവരുടെ ആരാധ്യ വസ്തുക്കളോട് കാര്യങ്ങൾ ചോദിക്കുന്നു, നീയല്ലാത്ത ദുർമൂർത്തികളോട് ആരാധന ചോദിക്കുന്നു. എന്നിട്ട് കേൾക്കുന്നു നിങ്ങൾ, വനഹനു ബിക നസ്തഈനു ഫീ ജമീഇ ഉമൂരിനാ മുഖ്ലിസീന ലകൽ ഇബാദ, ഞങ്ങൾ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹ് നിന്നോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് മരിച്ചവര്, മനുഷ്യര്, അതുപോലെ തന്നെ മലക്കുകള്, ജിന്നുകള്, ജന്തുക്കള്, സസ്യങ്ങള്, അല്ലെങ്കിൽ എന്താകട്ടെ ഒരു സൃഷ്ടിയെയും ആവശ്യമില്ല. കാരണം ഇത് തൗഫീഖിന്റെ കാര്യമാണ്, ഇത് ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്, അതൊരാൾക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് ഹിജറ 310 വഫാത്തായ ഇമാം തൊബരി റഹിമഹുല്ലാഹ്. മൂന്നാമത്തത് ഇമാം റാസി റഹിമഹുല്ലാഹ് ഹിജറ 604 ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുവേ, ഈ സഹായത്തേട്ടം നിന്നിൽ നിന്നാണ് കിട്ടേണ്ടത്. ലാ അസ്തഈനു ഇല്ലാ ബിഇആനതിക, നിന്റെ സഹായത്തേട്ടമല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഫൽനഖത ഹാദിൽ വാസിത വൽനഖ്തസിർ അലാ ഇആനതിക, ഞങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളുമുണ്ട്, പല മാധ്യമങ്ങളുമുണ്ട്, പല വഴികളുമുണ്ട്. അതൊക്കെ ഞങ്ങൾ മുറിച്ചു കളയുന്നു. അതിലേക്ക് മാത്രം ചുരുങ്ങാതെ നിന്നോടുള്ള സഹായത്തേട്ടത്തിലേക്ക് ഞങ്ങൾ വരുന്നു. മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ല. ആര്? ഇമാം റാസി റഹിമഹുല്ലാഹ്. ഇനിയോ നാലാമത്തത് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ഖദീർ. എന്താ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്? വൈത്ലാഖുൽ ഇസ്തിആന ലിഖസ്ദി തഅമീം. ഇവിടെ എന്തിനാ ഇസ്തിആനത്ത്? മുത്ലഖായി ഒരു പരിധി വെക്കാതെ, മനുഷ്യനെന്ന പരിധിയില്ല, മലക്കുകളെന്ന പരിധിയില്ല, സൃഷ്ടികളെന്ന പരിധിയില്ല, ഒരു പരിധിയും വെക്കാതെ എന്തിനു പറഞ്ഞു? ലിഖസ്ദി തഅമീം. ഇത് ആമാണ്, ഇത് റബ്ബിന് മാത്രമുള്ളതാണ്. എല്ലാ കാര്യത്തിലും വയ്യാക നസ്തഈനു അലാ ത്വഅതിക വഅലാ ഉമൂരിനാ കുല്ലിഹാ. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആര്? ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് ഈ കാര്യം വിശദീകരിച്ചു. മനുഷ്യൻ പുറത്തല്ല. ആലോചിക്കണം, ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, ഇത് ഇസ്ലാമിന്റെ അടിവേരാണ്. ഇതിനെ പുഴക്കാൻ ശ്രമിച്ചവർ, ഇതിനെ തകർക്കാൻ ശ്രമിച്ചവർ ആരാണ്? നിങ്ങളല്ലാതെ ആരാണ്? പലരെയും പിൻപറ്റി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി തീർന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തട്ടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ തട്ടിങ്ങള്. ആർക്കാ മറുപടി? ഏറ്റവും വലിയ സൂഫിക്കാണ്. എന്താണ്? അൽ ഇസ്തിആന ഫിർ റദ്ദി അലൽ ബക്കിരി. ലോകത്തറിയപ്പെട്ട ഷിയാ സൂഫിയായിട്ടുള്ള ബക്കിരിക്ക് മറുപടിയാണ്, ഒറിജിനൽ സമസ്തക്ക് മറുപടിയാണ്. ഈ മറുപടി വരെ വായിക്കുമ്പോ ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളും സമസ്തക്കാരും എന്ത് വ്യത്യാസം? സമസ്തക്കാർ നിങ്ങളെ മാടി വിളിക്കുന്നു. ഞങ്ങൾ ഒരു മാടി വിളിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ടി പച്ച പരവതാനി വിരിച്ച് എല്ലാം ഒരുക്കി വെച്ച് കസേരയിട്ട് കാത്തിരിക്കുകയാണ്. ആര്? സാക്ഷാൽ സമസ്ത. മനസ്സിലായോ? നിങ്ങൾ മനുഷ്യന്മാരെ മാറ്റിക്കൊടുത്തു. ഈ മനുഷ്യന്മാര് ഔലിയാക്കൾ, അമ്പിയാക്കൾ മരിച്ചാൽ
ഓർക്ക് എന്തിനും ഏതിനും കഴിയും, അവരോട് തേടാം. അത് ഈ ഇസ്തിആനത്തല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളാ സമസ്ത. മനസ്സിലായോ? അപ്പൊ അവിടേക്ക് നിങ്ങളാ പോയ, ഞങ്ങളല്ല. എന്താണ് ഇവിടെ ഇത് പറയുമ്പോൾ ഇവർ ന്യായീകരണം പറയും. എന്താ അറിയോ? വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞില്ലേ, പരസ്പരം സഹായിക്കണം സഹകരിക്കണം എന്ന് പറഞ്ഞില്ലേ. പൊന്നാര അലിമദനി, അനസ് മുസ്ലിയാർ, KJU സെക്രട്ടറി, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഈ ആയത്തൊക്കെ നിങ്ങളല്ലേ ഓതുന്നത്? വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആ കാര്യം നടക്കണമെങ്കിൽ വരെ ഈ തൗഫീഖ് കിട്ടാൻ അല്ലാഹുവോട് ഇസ്തിആനത്ത് വേണം, മനുഷ്യനെ മാറ്റാനല്ല. ആരാ പറയുന്നത് കേട്ടോളി. ഇതാ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഫഇന്ന ഹാദിഹിൽ ഇസ്തിആന, ഈ ഇസ്തിആനത്ത് അല്ലതി യഖ്തസ്സു ബിഹല്ലാഹ്, ഇത് അല്ലാഹുക്ക് മാത്രം പ്രത്യേകമാണ്. ലം യസ്ബുതുഹാ ലിഗൈരിഹി അബദാ, ഇത് ഒരാൾക്കും സ്ഥിരപ്പെടാവതല്ല. കമാ അന്നൽ ഇബാദ ലഹു, ഇബാദത്ത് അല്ലാഹുക്കായതുപോലെ ലം യസ്ബുതുഹാ ലിഗൈരിഹി അബദാ, അതൊരിക്കലും അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. ഇനി കേട്ടോളി, വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ലൈസ ദാലിക തആവുൻ ഹുവ ഹാദിഹിൽ ഇആന അൽ മത്ലൂബു മിനല്ലാഹ്. കണ്ടോ, ഈ ഇആനത്ത് എന്തല്ല? ഈ തേടപ്പെട്ടുന്ന ഇആനത്തല്ല. ഇതോ ഫഇന്ന ഇആനത്തല്ലാഹി ലിഅബ്ദിഹി അലാ ഇബാദതിഹി തകൂനു ബിഉമൂരിൻ ലാ യഖ്ദിറു അലൈഹാ ഗൈറു, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും സാധിക്കാത്ത ഒരു ഇആനത്താണ്, അത് റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് ആര് പഠിപ്പിച്ചു? ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അപ്പൊ എത്രണ്ണായി? 5 എണ്ണായി. ഇനിയോ ആറാമത്തത് ശൈഖുൽ ഇസ്ലാമിന്റെ ശിഷ്യനാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്ത് അൻആമിലെ ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ എന്ന ആയത്ത്, അല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും റബ്ബ്, അല്ലാഹുക്ക് പുറമെ ഒരു രക്ഷാധികാരി എടുക്കാൻ പാടില്ല, തവക്കുലാക്കേണ്ടത് അവന്റെ മേലാണ്, എല്ലാം ചോദിക്കേണ്ടത് തേടേണ്ടത് അവനോടാണ്. ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് തെളിവായി കൊണ്ടുവരുന്നു. അപ്പൊ അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കി. ഇനിയോ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, എവിടെയാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ കാര്യം പറഞ്ഞത്? ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അൽ അർബഊന നവവി എന്ന ഹദീസിൽ കൊണ്ടുവന്നിട്ടുള്ള എന്ന ആ സമാഹാരത്തിൽ കൊണ്ടുവന്ന ഹദീസ്. ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, സഹായം തേടിയാൽ അല്ലാഹുവിനോട് തേടണം. ഇതൊക്കെ പഠിച്ചു വെച്ചോളി, ശരിക്ക് പഠിച്ചു വെച്ചോളി. നിങ്ങൾ അനുഭവിക്കുന്ന മാരകമായ പിഴവ്, ആ പിഴവിൽ നിന്ന് നിങ്ങളെ കൂടുതൽ മരവിപ്പിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെച്ചോളി. എന്താ പറയുന്നത് അറിയോ? ഫൈദാ അറത്തൽ ഔന വതലബ്തൽ ഔന മിൻ അഹദിൻ ഫലാ തത്ലുബുൽ ഔന ഇല്ലാ മിനല്ലാഹ്. നീ എന്ത് ഉദ്ദേശിച്ചാലും, നീ എന്ത് സഹായം ആഗ്രഹിച്ചാലും അത് റബ്ബിൽ നിന്നല്ലാതെ തേടരുത്. കാരണം ലിഅന്നഹു ഹുവല്ലദീ ബിയദിഹി മലകൂതുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സർവാധികാരം അവനാണ്. വഹുവ യുഈനുക, അവനാണ് നിന്നെ സഹായിക്കുക. ഇദാ ശാഅ, അവൻ ഉദ്ദേശിച്ചാൽ. വൈദാ അഖ്ലസ്തൽ ഇസ്തിആന ബില്ലാഹ്, പഠിച്ചോളി, മനുഷ്യനെ ഒഴിവാക്കണ്ട. വൈദാ അഖ്ലസ്തൽ ഇസ്തിആനത ബില്ലാഹ്, അല്ലാഹു കൊടുക്കേണ്ട സഹായത്തേട്ടത്തെ ആത്മാർത്ഥമാക്കിയാൽ, വതവക്കൽത അലൈഹി, അവനിൽ തവക്കുലാക്കിയാൽ, അആനക, അവൻ നിന്നെ സഹായിക്കും. ഇനിയോ വൈദസ്തഅൻത ബിമഖ്ലൂഖിൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു സിട്ടിയോട് ചോദിക്കാം, കൂട്ടുകാരനോട് ചോദിക്കാം, ആരോടെങ്കിലും ചോദിക്കാം. ഫീമാ യഖ്ദിറു അലൈഹി, അവന് സാധിക്കുന്ന കാര്യമാണല്ലോ. എന്നാൽ ഫഅതഖിദ് അന്നഹു സബബുൻ, വിശ്വസിച്ചോ അതൊരു കാരണമാണ്. ആ കാരണത്തെ ഈ ഇസ്തിആനത്തിലേക്ക് ചേർക്കാൻ പാടില്ല. മനുഷ്യൻ എന്ന കാരണം ഇതിൽ നിന്ന് പുറത്തല്ല. വഅന്നല്ലാഹ ഹുവല്ലദീ സഖറഹു ലക, അല്ലാഹുവാണ് ആ കാരണത്തെയും നിനക്ക് കീഴ്പ്പെടുത്തിയത് എന്ന് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ്. തെളിവങ്ങനെ പിടിച്ചോളി. ഇനിയോ മഹാനായ ആലു ശൈഖ് ഹഫിളഹുല്ലാഹ് എല്ലാം പറഞ്ഞുതരാം. പഴയതും പുതിയതും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കേരളമുണ്ട്, പുറത്തുനിന്ന് മാത്രമല്ല കേരളത്തിനുണ്ട്. കാണിച്ചു തരാം. എന്താണ് ആലു ശൈഖ് ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കേട്ടോളി. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് തേടണം. ഇവിടെ ഹസറുൽ ഇസ്തിആന ഫില്ലാഹ്,
സഹായത്തട്ടത്തെ അള്ളാഹുവിലേക്ക് ചുരുക്കി. വദാലിക ഫിൽ ഉമൂരില്ലത്തി ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് അലൈഹാ ഇല്ലല്ലാഹ്. അത് റബ്ബിനെ കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രമാണ്. ഒന്ന്. രണ്ടാമത്തതോ അൽ ബറാഅതു മിനൽ ഹൗലി വൽ ഖുവ. എന്തിനും ഏതിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. വഅന്നൽ ഇൻസാന ലാ ഖുവത ലഹു ഇല്ലാ ബില്ലാഹ്. ഒരു മനുഷ്യന് അല്ലാഹനെ കൊണ്ടല്ലാതെ സഹായമില്ല. ആ മനുഷ്യനെയാണ് നിങ്ങൾ ഈ ഇസ്തിആനത്തിൽ നിന്ന് പുറത്താക്കിയത്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഓതിയിട്ട് അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ളവർ പുറത്താക്കിയത്. അനസ് മുസ്ലിയാരും KJU സെക്രട്ടറിയും ഇപ്പോൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പുറത്തല്ല. വലാ യഖ്ദിറു ഇല്ലാ ബില്ലാഹ്. അത് റബ്ബിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായോ? ആര്? ആലു ശൈഖ് ഹഫിളഹുല്ലാഹ്. ഇനി കേട്ടോളിയും, ഇത് അമാനി മൗലവി. അങ്ങനെയാണല്ലോ, അമാനി മൗലവി തഫ്സീർ എന്ന് പറയും. എന്തേലും ഉണ്ടാകുമോ? ഒന്നുമില്ല. അമാനി മൗലവിയുടെ പച്ച മലയാളത്തിലുള്ള പ്രയോഗങ്ങളെയും പച്ചക്ക് കോട്ടിമാട്ടി ദുരുപയോഗം ചെയ്തു പോകുന്ന നിങ്ങൾക്ക് ഈ തെളിവുകളൊക്കെ ഒരു വെറും കേൾവിയായിരിക്കും. പക്ഷേ നിങ്ങളെ മാത്രം കേൾക്കാത്ത, എല്ലാവരെയും കേൾക്കുന്ന, സത്യം ഉരുത്തിരിഞ്ഞ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥരായ ആ വിഭാഗത്തിലെ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ചിന്തിച്ചോളി. ഈ വഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് ഇവർ നിങ്ങളെ പുറത്താക്കുകയാണ്, ഇവർ നിങ്ങളെ തെറ്റിക്കുകയാണ്. എന്താ അമാനി മൗലവി പറയുന്നത് കേട്ടോ? സാധാ നാളെ ഉദാഹരണമാണ്. എന്താ അറിയോ? ഒരു ഉദാഹരണം കൊണ്ട് ഇത് മനസ്സിലാക്കാം. ഏത്? വഇയ്യാക നസ്തഈൻ മനസ്സിലാക്കാം. എഴുത്തും വായനയും അറിയുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതുവാൻ ഒറ്റ നോട്ടത്തിൽ ഒരു പേന, അല്പം മഷി, അതുപോലെ തന്നെ ഒരു കടലാസ് കഷ്ണം ഇത്രയേ വേണ്ടൂ. ഇതേ മതി. പക്ഷെ നടക്കുവോ? നടക്കൂല. പേനയുണ്ട്, കടലാസുണ്ട്, പേനയിൽ മഷിയുണ്ട്, സമയമുണ്ട്, എല്ലാമുണ്ട്. കാര്യം നടക്കൂല. എന്തേ? തൗഫീഖ് എന്ന ഇസ്തിആനത്ത് അള്ളാഹുവിൽ നിന്ന് ചോദിക്കണം, അപ്പോഴേ നടക്കുള്ളൂ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ പുറത്തല്ല. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശം. മനുഷ്യൻ പുറത്തല്ല. അപ്പോൾ നിങ്ങളാണ് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആശയത്തെ പൊളിച്ചു പോകുന്നവർ, ഞങ്ങളല്ല. മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് തർജുമാനിൽ ഖുർആനിൽ പറഞ്ഞതും ഇതേ കാര്യമാണ്, ഇതേ ആശയമാണ്. ഈ ഇസ്തിആനത്ത് ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലയും പറഞ്ഞത്. 10ഓളം തെളിവുകൾ. ഇനി നോക്കൂ നിങ്ങൾ, ഒരു മുട്ടൻ തെളിവുണ്ട്. ആ തെളിവ് എന്താ അറിയോ? ഇത് മർക്കസുദ് ദഅവയിൽ നിന്നാണ് തെളിവ്. ബാക്കിയൊക്കെ അഹ്ലുസുന്നയിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുമാണ്. അതിൽ നിന്ന് തെറ്റിപ്പോയ മർക്കസുദ് ദഅവയുടെ ആ ഓഫീസിൽ നിന്നാണ് തെളിവ്. തെളിവെന്താ അറിയോ? ഇത് KP സക്കരിയ സാഹിബ് ഇപ്പോഴും കൂടണ്ടല്ലോ. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ആസ്വാദന പാഠങ്ങൾ എന്ന വിശുദ്ധ ഖുർആനിലെ അവസാന ജുസ്ഇന് ഒരു പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. യുവതയാണ് പുറത്തിറക്കിയത്, വിസ്ഡല്ല, യുവതയാണ് പുറത്തിറക്കിയത്. കേട്ടോളി, ഒന്നുമില്ല, സഹായം തേടൽ. ഏത്? വഇയ്യാക നസ്തഈൻ എന്ന സഹായം തേടൽ. അതിൽ നിന്ന് മനുഷ്യൻ പുറത്താണോ? സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്ത അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായങ്ങളാണ് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുവെന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. എവിടെ മനുഷ്യൻ? ഈ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ പുറത്താണോ? മനുഷ്യൻ വേറെ വല്ല പടപ്പുവാണോ? അല്ല. എന്താ അലിമദ്ദീൻ സാഹിബ് പറഞ്ഞത്? മനുഷ്യ കഴിവിനപ്പുറം സൃഷ്ടികളാക്കി മാറ്റിയത് നമ്മളല്ല. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, സാക്ഷാൽ മർക്കസ് ദവയും പഠിപ്പിച്ചതാണ്. എന്താ ഹദീസ് ഏതറിയോ? ഹദീസ് നേരത്തെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസ്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന ഹദീസ് ഇവിടെ തെളിവായും കൊടുത്തു. ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഞങ്ങളെ നേരെ വടിയെടുത്ത് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന വടി ഉള്ളു പൊള്ളയായ ഒരു ഉണക്ക കൊമ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാല്ല. സമസ്തക്കാർ അവരുടെ കാര്യത്തിനു വേണ്ടി വഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മാത്രം കട്ടതുപോലെ
നിങ്ങൾ തട്ടിക്കൂട്ടി അട്ടിമറിച്ചുണ്ടാക്കിയ ആശയം സ്ഥാപിക്കാൻ വേണ്ടി വയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യനെ നിങ്ങൾ കട്ടു, മനുഷ്യനെ നിങ്ങൾ പുറത്താക്കി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി ചിന്തിച്ചോളിയും. തൗഹീദ് വെച്ചുകൊണ്ടാണ് കളി. പരലോകം നഷ്ടമാകുന്ന രൂപത്തിലാണ് ഈ കളി എന്ന പേടി നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് ഗുണകാംക്ഷയോടെ പറയാനുള്ളത്. ശരി, അടുത്ത ആരോപണം മറ്റേ കേട്ടോളി. ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന വാദത്തിലൂടെ ഖുർആനിലെ നിരവധി ആയത്തുകളെ തള്ളിക്കളയുകയും നിരാകരിക്കുകയും ചെയ്തവരാണ് വിഷൻ ടീമെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ആയത്തുകൾ പറയുകയും ഇന്ന സൂറത്തിലെ ഇന്ന നമ്പർ ആയത്ത് നിങ്ങളുടെ വാദത്തിനെതിരാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് അവർ ചെയ്തത്. പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ഒരു ബോധം പോലും ഇല്ലാതെ ആയത്തങ്ങനെ വായിച്ചു പോകുമെന്ന രീതിയിൽ ഖുർആനിൻ്റെ വചനങ്ങളെ പരിഹസിക്കുന്ന രീതിയാണ് വിസ്ഡം അവലംബിച്ചിട്ടുള്ളത്. എന്തിനാണ് അലിമദനി സാഹിബെ നട്ടാൽ മുളക്കാത്ത കളവ് പറഞ്ഞ് കബളിപ്പിക്കണത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ട് നിങ്ങൾക്ക്? ഇതൊന്നും പറയണ്ട. ആ 40 ചോദ്യങ്ങൾ ഉത്തരം തന്നു, അതിനെപ്പറ്റി വല്ലതും പറഞ്ഞൂടെ? 160 ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം എടുത്ത് മറുപടി പറഞ്ഞൂടെ? എന്താ ഈ പറഞ്ഞത്? നമ്മൾ ആയത്തുകളെ പരിഹസിച്ചു, അല്ലേ? ആയത്തുകളെ നമ്മൾ പിന്നെ കളിയാക്കി അവഗണിച്ചു. സഹോദരങ്ങളെ, ഇവിടെ നടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രഭാഷണങ്ങളും എടുത്ത് കേൾക്കൂ. നിങ്ങൾ കേട്ടവരിൽ നിന്ന് ഒരു സാക്ഷിയെ കൊണ്ടുവരൂ. തെളിവിന് പറ്റുന്നൊരു സാക്ഷിയെ കൊണ്ടുവരും. ഏതായത്തിനെ പരിഹസിച്ചത്? അപ്പം എന്താ വിഷയം എന്നറിയോ? മൂപ്പര് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആശയം സ്ഥാപിക്കാൻ വേണ്ടി ശുദ്ധ ശിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായി ഖുർആൻ പഠിപ്പിച്ച ആയത്തുകൾ ഇങ്ങനെ തുരുതുരാ ഓതും. ആ ആയത്തുകളും ഇവിടെ ചർച്ചയുള്ള വിഷയവും തമ്മിൽ ബന്ധം വേണ്ടേ? ഒരു വാദത്തിന് തെളിവ് കൊണ്ടുവരുമ്പോൾ ആ വാദത്തിന് പറ്റുന്ന തെളിവുകൾ വേണ്ടേ? അല്ലാതെ ഖുർആനിലെ ഓരോ ആയത്തുകൾ ഓതിയിട്ട് കള്ള് ഹറാമാണ് എന്ന ആയത്ത് ഓതിയിട്ട് വ്യഭിചാരം ഹറാമാണ് സ്ഥാപിക്കാൻ പറ്റുമോ? വ്യഭിചാരം ഹറാമാണ് എന്ന ആയത്ത് ഓതിയിട്ട് പലിശ ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സംഗതി അതിലൊക്കെ ഹറാമെന്നുണ്ട് കരുതി എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ആയത്തുകളിലൊക്കെ പച്ചയായ ശിർക്ക് വരുന്ന വഴികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ചർച്ച എന്താ? സൃഷ്ടികളുടെ കഴിവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശിർക്കാകുന്നതേത്, ശിർക്കാകാത്തതേത്, അതല്ലേ ചർച്ച? അതിലേക്ക് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ആയത്തുകൾ കൊണ്ടുവരുന്നു. എന്നാൽ ഈ സ്വഭാവം ഇവിടെ തെളിയിച്ചവരാരാണ്? നിങ്ങൾ തന്നെയാണ്. സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്തോറിയിട്ട് മക്കാ മുശ്രിക്കിന്റെ വിശ്വാസമാണ് ഇവിടുത്തെ മുവഹിദുകൾ മുജാഹിദുകൾ കൊണ്ടു നടക്കുന്നത് എന്ന് ഈ പരപ്പാനങ്ങാടിയിൽ എത്ര തവണ നിങ്ങൾ പറഞ്ഞു? എത്ര തവണ പറഞ്ഞു? ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചല്ലോ, ആരാണ് അങ്ങനെ പറഞ്ഞത്? അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിലെ മാരണം ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന മക്കത്തെ മുശ്രിക്കിന്റെ ശുദ്ധമായ ആരോപണം, ആ ആരോപണം പഠിപ്പിച്ച ആയത്തെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ ചെയ്ത സിഹർ അള്ളാഹുവിന്റെ വിധി എന്നോണം ഫലിച്ചു എന്ന ഹദീസിനെ തള്ളാൻ നിങ്ങൾ ഇവിടെ തട്ടിപ്പ് നടത്തിയില്ലേ? അതേ കാര്യത്തിന് വേണ്ടി സൂറത്ത് ഫുർഖാനിലെ ആയത്ത് നിങ്ങൾ ഉപയോഗിച്ചില്ലേ? എന്തൊക്കെ ആയത്തുകൾ നിങ്ങൾ ഉപയോഗിച്ചു? എത്ര ആയത്തുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, അസ്ഥാനത്തോരിക്കൊണ്ടിരിക്കുന്നു. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽയമീൻ സുമ്മ ലഖതഅനാഹു മിൻഹുൽ വതീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത മുന്നറിയിപ്പാണ്. ആയത്തോണ്ട് കളിച്ചാൽ, ആയത്തുകളെ ആവശ്യമായ നിലക്ക് ദുരുപയോഗം ചെയ്താൽ, പ്രവാചകരെ നിങ്ങളെ ഞാൻ പൊക്കിയെടുക്കുകയും കണ്ട നാടി മുറിച്ചു കളയുകയും ചെയ്യും എന്ന് ആരാ പറഞ്ഞത് അറിയോ? അല്ലാഹ്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇത്തരം ആയത്തുകളൊക്കെ ഒന്ന് ഓർത്ത് പേടിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ നിങ്ങൾ സന്നദ്ധരായിക്കൊള്ളൂ എന്നാണ് പറയാനുള്ളത്. ശരി, 4-ാമത്തെ കേട്ടോളൂ. അതോടൊപ്പം ഖുർആനിനേക്കാളും തിരുചര്യയേക്കാളും പണ്ഡിതാഭിപ്രായങ്ങൾക്കാണ് വിസ്ഡംകാർ മുൻഗണന നൽകുന്നത്. അവരുടെ പണ്ഡിതന്മാർ അതിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അടുത്ത നുണയാണ്, കളവാണ്. പണ്ഡിതാഭിപ്രായങ്ങൾക്കാണ് വിസ്ഡം പ്രാധാന്യം കൊടുക്കുന്നത്. പൊന്നാര അലിമദനി സാഹിബേ, നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി സ്നേഹത്തോടൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനത്തെ വെറുപ്പ് എന്തിനാ ഞങ്ങൾ പ്രചരിപ്പിക്കണം? എന്തിന് പ്രചരിപ്പിക്കണം നിങ്ങൾ? അതാണോ നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം? ആണോ? വിസ്ഡമാണ് നിങ്ങളെ പ്രശ്നം, വേറൊന്നുമല്ലല്ലോ.
വേറെ ഒന്നുമല്ല നിങ്ങളെ പ്രശ്നം, വിസ്ഡാണ് പ്രശ്നം. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് കെട്ടുക. ഇവിടെ നോക്കൂ, നിങ്ങൾ ഏത് വിഷയം പറയുമ്പോഴും ഇതാ ആയത്ത്, ഇതാ ഹദീസ്, ആ പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പോന്ന പണ്ഡിതന്മാരുടെ ഇജ്മാ, അത് പ്രമാണല്ലേ, അത് പ്രമാണമാണെന്ന് നിങ്ങൾക്ക് വേണ്ടിടത്തെല്ലാം ഘോരഘോരമായി നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ അത് പണ്ഡിതാഭിപ്രായം, നിങ്ങൾ പറയുമ്പോൾ അത് ഇജ്മാ. നല്ല ചേർച്ചയാണ്, നല്ല പണിയാണത്, നല്ല പണിയാണ്. ഇതിനെന്നെയാണ് സ്വന്തം കാര്യം നോക്കുക എന്ന് പറയാം. സ്വന്തം കാര്യം നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇവിടെ സത്യം ഉരുത്തിരിഞ്ഞ് കിട്ടണം, സത്യം തെളിഞ്ഞ് കിട്ടണം. മനസ്സിലാകണ്ടോ? സ്വർണ്ണ ഏതാണ്, മുക്ക ഏതാന്ന് കിട്ടണം. കളറുണ്ടായാൽ പോരാ, അതാണ് കിട്ടണം. അത് കിട്ടാനുള്ള പണി അവിടെ നടക്കുന്നത്. അപ്പോൾ ഇജ്മാ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. ആ പൊള്ളലിന് പരിഹാരം നിങ്ങൾ കാണുക, അത്രേ പറയാനുള്ളൂ. ശരി, അടുത്ത കേട്ടോളി. ഖണ്ഡനം എന്ന പേരിൽ പോസ്റ്റർ ഇറക്കുകയും എന്നാൽ യാതൊരു ഖണ്ഡനവുമില്ലാതെ യാതൊരു തരത്തിലുള്ള പ്രമാണങ്ങളും ഉദ്ധരിക്കാതെ അവനവൻ ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇതൊക്കെ പരപ്പനങ്ങാടി അവർ നടത്തിയ പരിപാടിയുടെ ഫലമായിട്ടാട്ടോ പറയണത്. ഇത് ശരിക്കും ഉത്തരം മുട്ടിയ കൊഞ്ഞനം കുത്തുകാരൻ്റെ പണിയാണ്. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ കാര്യം പറയാൻ അദ്ദേഹം എടുത്ത സെക്കൻഡുകൾ എടുത്തിട്ട് ആ 40 ഉത്തരങ്ങളിൽ ഇതൊക്കെ ശരി തന്നെയാണ് എന്ന് അംഗീകരിച്ചൂടെ? അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞൂടെയിരുന്നു? ഞങ്ങൾ എത്ര തവണ പറഞ്ഞു ഇത് ഖണ്ഡനമാണ്. ഇപ്പൊ ഇന്ന് പോലും മാരി സലീം ഇത് സമാജമല്ല, കുട്ടികളെ പ്രസംഗ പരിശീലനമല്ല. അതിനാണെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കുക. ഞങ്ങൾക്കും ഇതിനെങ്ങനെ ഇടങ്ങാറാണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ രാവും പകലും ഇരുന്ന് പലതും നോക്കി പരതി പഠിച്ചു വന്ന് പറയേണ്ട കാര്യമാണേ. മനസ്സിലായോ? അതിനാ ഖണ്ഡനം എന്ന് പറയാം, അതിനാ മറുപടി എന്ന് പറയാം. അല്ല നമ്മളിട്ട് വരുന്ന ഡ്രസ്സും നമ്മളെ വാചാലതി അളക്കാനല്ല ഇവിടെ ആളുകൾ വരുന്നത്, ഇത് കേൾക്കണത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ നടന്ന പരിപാടികളിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് പ്രാമാണികമായി മറുപടി കൃത്യമായി ബോധ്യപ്പെടുത്തിയവർ, നിങ്ങളെ മുന്നിലേക്ക് ഇട്ടു തന്നവർ ആരാണെന്ന് ഒന്ന് മാറ്റുരക്കി. നിങ്ങൾ ഈ റമദാനിന്റെ പകലുകളിൽ ആ ഒരു നന്മക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ റമദാൻ ലക്ഷ്യങ്ങൾ വരും ആ റിപ്പോർട്ടുമായിട്ട്. ഇല്ല ഞങ്ങൾക്കാണ് മുൻതൂക്കം, അതല്ല നിങ്ങൾക്കാണ് മുൻതൂക്കം, ഒന്ന് നിങ്ങൾ വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പഴയ പരിപാടികൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ആരോപണം പറഞ്ഞു പോകരുത്. ഞങ്ങൾ ഓരോന്നിനും എണ്ണി എണ്ണി വയറ് നിറച്ച് പ്രമാണം മതിയായ മറുപടികൾ ഞങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖില്ല, അത്രയേ ഉള്ളൂ. ശരി, അടുത്ത ആരോപണം മറ്റേ കേട്ടോ. തൗഹീദിലൂടെ ഇസ്ലാം വിശ്വാസിക്ക് നിർഭയത്വമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ആ നിർഭയത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ വിസ്ഡം ഓർഗനൈസേഷൻ അന്ധവിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളെ അവരുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തി ഭയത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. അതും സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നല്ല തിരിച്ചറിവാണ്. സമൂഹം എന്നതിൻ്റെ അർത്ഥം മൂപ്പരാണോ എന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഞാൻ തന്നെയാണ് എൻ്റെ സമൂഹം, എൻ്റെ കൗമ് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണോ അറിയില്ല. എന്താ ഈ പറയുന്നത്? അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. പൊന്നാർ അലിമദനി സാഹിബേ, വിശ്വാസപരമായി സമൂഹം കൊണ്ടു നടക്കുന്ന ജീർണതകൾക്ക് നേരെ, അന്ധവിശ്വാസങ്ങൾക്ക് നേരെ ഘോരഘോരം ശബ്ദിച്ചിട്ട് എവിടെ എത്തുന്നില്ല. മനസ്സിലായോ? ഇവിടുത്തെ സമസ്തക്കാർ ഓരോ നിമിഷങ്ങളിലും അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്ന നേരത്ത് പോലും CM എന്ന് പറഞ്ഞ് മരിക്കണം. ആ CM റബ്ബാണത്രേ. അള്ളാഹുവിന്റെ നൂറ് പ്രവാചകന്മാരിലൂടെ വന്ന് അത് ഇവരുടെ മശായിഖന്മാരിൽ വന്നു കയറിയിട്ടുണ്ട് എന്ന അവതാര അദ്വൈതവാദങ്ങൾ പച്ചയായി പഠിപ്പിക്കപ്പെടുന്ന, അതിനെതിരെ പ്രാമാണികമായി ശബ്ദിക്കുന്ന ഒരു നൂറ്റാണ്ടുകാലത്തെ ആദർശ പാരമ്പര്യമുള്ള മുജാഹിദുകൾക്ക് നേരെ, മുവഹിദുകൾക്ക് നേരെ ഇത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു അലിമദനി? ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഓ എന്തൊക്കെ അവിടെ ഉണ്ട്. എന്നാ കേട്ടോളിയും, അന്ധവിശ്വാസം മാത്രമല്ല
ശുദ്ധ കുഫറിനെ പച്ചയായി സ്വീകരിച്ച് ഇപ്പോഴും വെള്ള പൂശി നടക്കുന്നവരാരാണ്? ഞങ്ങളാണോ? ആണോ? നിങ്ങളുടെ KJUവിന്റെ അമരത്തിരിക്കുന്ന ആളല്ലേ CM മൗലവി ആലുവ ശുദ്ധ ഷിയയായി അനിസ്ലാമികത പ്രചരിപ്പിക്കുന്ന ആ CH മുസ്തഫയുടെ പുസ്തകത്തിന് കൊടുത്ത ശ്ലാഘനീയം സ്വാഗതാർഹം CH മുസ്തഫയുടെ ശുദ്ധ കുഫറിനെ അദ്ദേഹം സ്വാഗതം ചെയ്തില്ലേ? തിരുത്തിച്ചോ നിങ്ങൾ? ഇല്ല. ന്യായീകരണങ്ങൾ പറഞ്ഞ് പോകുക എന്നല്ലാതെ അതിൻ്റെ 2ാം പതിപ്പിറങ്ങി, ഇനി 3 ഇറങ്ങിയോന്നറിയില്ല, 2ാം പതിപ്പിലും ഒരു വാക്കുകൊണ്ട് തിരുത്തിയില്ല. ആ CM ആലുവയുടെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതേപടി എടുത്തു കൊടുത്തു. ഇത്ര പിടിക്കപ്പെട്ടിട്ടു. ചേകനൂർ മൗലവിയെ നവോത്ഥാന നായകനാക്കി അവതരിപ്പിച്ചത് ആരാണ്? ഞങ്ങളാണോ? മുഅ്തസിലി ഇമാമുമാരെ ഈ പരപ്പനങ്ങാടിയിൽ പോലും എടുത്തു പറഞ്ഞ് തെളിവാക്കിയവർ ആരാണ്? ഞങ്ങളാണോ? അല്ല. ഇപ്പോഴും നോക്കൂ നിങ്ങൾ, സിഹ്ർ ഫലിക്കലുമായി ബന്ധപ്പെട്ട് അതിനെ നിഷേധിക്കുന്നവർ അതാരാ? ഇപ്പൊ കേരളത്തിൽ അറിയോ? കേരളത്തിൽ CH മുസ്തഫയും ജമാഅത്തെ ഇസ്ലാമിക്കാർ സിഹ്ർ പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ പച്ചയായി നിഷേധിക്കുന്നു. CH മുസ്തഫയുടെ ഖുർആൻ വിവരണമുണ്ട്, അകമ്പൊരുൾ, അതിലും പച്ചയായി നിഷേധിക്കുന്നു. ആ CH മുസ്തഫയുടെ കാൽപാദങ്ങളെ അനുഗമിക്കുന്ന ഞങ്ങൾ അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുക എങ്ങനെ തോന്നിങ്ങൾക്ക്? പിശാച് ബാധയുടെ വിഷയത്തിൽ എന്താ നിങ്ങളുടെ നിലപാട്? മുഅ്തസിലിയാക്കളുടെ നിലപാട്, ജമാഅത്തുകാരുടെ നിലപാട്, CH മുസ്തഫാന്റെ നിലപാട്. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുക. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. മനസ്സിലായോ? അല്ലാഹുവിന് കൊടുക്കേണ്ടതിൽ ഒരു സിട്ടിയെയും ആരെയും പങ്കുചേർത്ത് ആ അക്രമത്തിന്റെ വക്താക്കളായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെയും അതിലുപരി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിർഭയത്വം കിട്ടിയവരായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നിലക്കുള്ള ആരോപണങ്ങൾ പറഞ്ഞ് നിങ്ങൾ സമയം കണ്ടെത്തണ്ട. ശരി, ഇനി അടുത്ത വേറ്റ കേട്ടോളി. നമ്മൾ പ്രമാണം ചോദിച്ചിരുന്നു. ഹാദിറായ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് പ്രമാണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ മറുപടി തന്നാ എന്താ അറിയോ? ചോദ്യത്തിനുള്ള മറുപടി, ഹാദിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് ശിർക്കാണ് അലിമദനീന. കേട്ടോക്കി, ഹാദിറായ ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പ്രമാണം ഉദ്ധരിക്കണം. പിടിച്ചോളിയും ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യാതൊരു സംശയവുമല്ല, ശിർക്കാണ്. അല്ല എന്ന വാദം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ചോദ്യം എന്താണ്? ഹാദിറായ ജിന്നിനോട് തേടൽ. ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല. ഇനി നിങ്ങൾക്ക് വാദമുണ്ടോ? പ്രമാണം നിങ്ങൾ പരതിക്കോളി. ചോദ്യത്തിന്റെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേ. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ? ഇത് നമ്മൾ കൊടുത്ത ഉത്തരത്തിൽ ഒന്നിനു മുമ്പ് തൊട്ടതാട്ടോ. ഞാൻ തൊട്ടീൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ചോദ്യം? എന്തെന്നു? ഹാദിറായ ജിന്നിനോട് തേടൽ ശിർക്കാണോ അല്ലയോ? അത് മൂപ്പരുടെ ഒരു കുതന്ത്രാണ്. മൂപ്പര് ഹാദിറെടുത്ത് വരും. അപ്പൊ കിട്ടുന്ന ഉത്തരം കൊണ്ട് മൂപ്പർക്ക് ഒരു താല്പര്യമുണ്ട്. അതെങ്ങനെ മനസ്സിലാവുള്ളൂ? മൂപ്പര കുതന്ത്ര പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാലേ തിരിയുള്ളൂ. അപ്പൊ ഉത്തരം കൊടുത്തു. നിങ്ങളെ ചോദ്യം ഹാദിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കാണോ അല്ലയോ? ഹാദിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, ഞങ്ങൾക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ട്, തെളിവ് നോക്കിക്കോളിയും. എന്തിനാ അങ്ങനെ കൊടുത്തു അറിയോ? ഇവിടുത്തെ ചർച്ച എന്താ? ഹയ്യും ഹാദിറും ഖാദിറും. മനസ്സിലായോ? വെറും ഹാദിറായ പോരാ, അത് ഖാദിർ കൂടിയാകണം, കഴിവുള്ളതാകണം. അത് മൂപ്പര് മറച്ചു വെച്ചു. അപ്പൊ ഈ ചോദ്യം മൂപ്പര് ചോദിക്കാൻ കാരണം എന്താ? ബഹുമാനായ PN അബ്ദുൽ ലത്തീഫ് മദനി കൊടുത്ത കത്താണ്. ശരി, ഇനി ആ കത്തിൽ ഹാദിർ മാത്രമാണോ? കേൾക്കുക, അദ്ദേഹം പറയട്ടെ, കേട്ടോളി. മറുപടിയാണത്. നിങ്ങൾക്ക് വാദമുണ്ടോ? പ്രമാണങ്ങൾ വരുത്തിക്കോളി. ഹാദിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് വരമൊഴിയായും വാമൊഴിയായും മൂസ നിങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് മൂസ എന്താ പറഞ്ഞ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ, നിങ്ങളെ നേതാക്കന്മാർ വരമൊഴിയായും വാമൊഴിയായും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മൂസ പറഞ്ഞിട്ടില്ല. പൊന്നാര അലിമദനി, നിങ്ങളെ കയ്യിൽ ഈ കത്തുണ്ടായിരുന്നല്ലോ അല്ലേ? ഈ കത്തുണ്ടായിരുന്നില്ലേ? ആ കത്തിന് നിങ്ങൾ വായിച്ചു. അതാ രസം. ആ കത്തിൽ നിന്ന് മൂപ്പര് വായിച്ചു.
അമ്മന്നൗസാനി, രണ്ടാമത്തെ ചർച്ച ഫഹുവൽ ഇസ്തിആന ബിൽ ജിന്നിൽ ഹയ്യിൽ ഹാദിരിൽ ഖാദിരി. കണ്ടോ, ഇത്ര വരെ മൂപ്പര് വായിച്ചു എന്ന് മാത്രമല്ല, ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, ഒരു സൃഷ്ടിയെ കൊണ്ട് കഴിയുന്ന കാര്യം, ഫഹാദാ ഹറാമുൻ വലാ യജൂസ്, അത് ഹറാമാണ്, അനുവദനീയമല്ല, ലിഅന്നഹു വസീല മിൻ വസായിലി ശിർക്ക്, ഇതൊരു മതവിധിയാണ്. പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള വിധിയാണ്. അപ്പൊ മൂപ്പരൈമെന്ന് ഹയ്യും ഖാദിറും ഒക്കെ മാറ്റിയിട്ട് ഹാദിറുമൺ പിടിച്ചു. അതിനാണ് മറുപടി. മനസ്സിലായോ? അതിനാ മറുപടി. നിങ്ങൾ തൊട്ടീന്റെ കോലപ്പതാണ്. ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു സൃഷ്ടിയെ കൊണ്ട് സാധിക്കുന്ന കാര്യത്തിൽ അതിനോട് ചോദിക്കൽ നിരുപാധികം ശിർക്കാണെന്ന് ഇസ്ലാമിന് വാദല്ല കൂട്ടരെ. അപ്പൊ തെളിവെന്തേ ഓതായിരുന്നു? ആയത്തെവിടെ? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദ്, ആയത്തല്ലേ സൂറത്ത് അൻആമിലെ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമെടുത്തു എന്ന ആയത്തില്ലേ? ആയത്തുണ്ടോ അല്ലേ? നിങ്ങൾ പറയും. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ആ ആയത്തിനെ തെളിവാക്കി ഈ കാര്യം പറഞ്ഞിട്ടില്ലേ? ഇതേ കാര്യം പറഞ്ഞിട്ടില്ലേ? ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു സൃഷ്ടിയോടുള്ള തേട്ടം ശിർക്കാകുന്നതുണ്ട്, വസീല ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്, ഹറാമാണ് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്നൊക്കെ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കും. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല എടുക്കും നിങ്ങൾ. ഇനി ഹദീസില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹദീസിലൂടെ പഠിപ്പിച്ചു? ഇങ്ങോട്ടുള്ള അവരുടെ കാര്യകാരണ ബന്ധങ്ങൾ പഠിപ്പിച്ചില്ലേ? ആ ഹദീസുകളെ നിങ്ങൾ പറ്റാത്തതുകൊണ്ട് തള്ളി, ഞങ്ങൾ തള്ളൂല. ഇജ്മാ ഇല്ലേ? മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഇല്ലേ? എന്താണ് നിങ്ങളത് കാണാതെ പോകുന്നത്? ഒന്നുമല്ല, തെളിവാണ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു വിറളുണ്ടാകും. ആ വിറളിയെ നിങ്ങൾ നിയന്ത്രിക്കുക എന്നല്ലാതെ ഞങ്ങളടുത്ത് വേറെ മരുന്നൊന്നുമില്ല. ഞങ്ങൾ തെളിവ് അങ്ങനെ തരും, നിങ്ങൾ വിറച്ചോണ്ടിരുന്നോളി, അത്രേ ഉള്ളൂ. ശരി, അടുത്ത പേറ്റ കേട്ടോളി. അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച്, എന്താ ആരാധന? പ്രാർത്ഥന അല്ലെ? വീണ്ടും പറയാ, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോ അള്ളാഹ് ഉത്തരം കൊടുക്കുന്നു. ഇതിലും വലിയ ശിർക്കൻ വാദം ഞാൻ എന്താ വേണ്ടത്? ഇത് ഇവിടുത്തെ ഖുറാഫിയാള് സമസ്തക്കാർ വരെ പറയില്ല പൈസനെ. കേട്ടില്ല നിങ്ങൾ? അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കും അവരെ ജീവിതത്തിലെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നത് ഈ ഗണ്ണനത്തിൽ ഒരു നിർണായക ചർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി അനവധി തെളിവുകൾ കഴിഞ്ഞ സംസാരത്തിൽ പോലും നമ്മൾ കാണിച്ചു കൊടുത്തു. എന്നിട്ടും അയാള് നമ്മൾ ഉത്തരം പറഞ്ഞിനെ ഒന്നിങ്ങനെ ചാരിപ്പോയതാണ്. ചാരിയപ്പോ തന്നെ മൂപ്പർക്ക് പരിക്ക. മനസ്സിലായോ? ഒന്ന് ഒരത്തിപ്പോയപ്പോ തന്നെ പരിക്ക. ശരിക്കും കൂട്ടി മുട്ടിക്കണമെങ്കിൽ എന്താ കരകളവസ്ഥ? എന്താ പരിക്കറിയോ? മൂപ്പര് അത് പറഞ്ഞപ്പോ നമ്മൾ അന്ന് കാണിച്ചു, അലിമദനി ഇവിടെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടിയപ്പോ നിങ്ങളെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിന് കീഴ്പ്പെടാത്ത ആളുകൾക്കും അവർക്ക് വേണ്ട സുഖങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിവിടെ കാണിച്ചു. നിങ്ങളെ ശബ്ദമല്ലേ കാണിച്ചത്? എന്തേ നിങ്ങൾ പറയാതിരുന്നു? അത് കട്ടിമുറിച്ച് കളിപ്പിച്ചതാണ്. അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യം ഇവിടെ പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. 2, സലാം സുല്ലമിയുടെ ഈ പുസ്തകം ഞങ്ങൾ വായിച്ചില്ലേ? എന്തേ നിങ്ങൾ മിണ്ടാതെ പോയത്? വേറൊന്നുമല്ല, സലാം സുല്ലമിനിപ്പോൾ വല്ലാത്തൊരു ഭാരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ അയിമന്ന് വല്ലാതെ ഊരിച്ചാടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഊരിച്ചാടാൻ കഴിയൂല. ഈ പുസ്തകമല്ലേ വായിച്ചത്? നിങ്ങൾക്ക് പരിചയമല്ലേ ഈ പുസ്തകം? സലാം സുല്ലമി നിങ്ങളുടെ ആശയ ആചാര്യനല്ലേ? എന്തേ നിങ്ങൾ തൊടാതെ പോയത്? എന്തേ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചത്? തീർന്നില്ല. 3-മത്തതോ തഫ്സീർ വായിച്ചില്ലേ? തഫ്സീർ വായിച്ചില്ലേ? മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ വായിച്ചില്ലേ? എന്താ രസം എന്നറിയോ? എടത്തനാട്ടുകര ഗണ്ണനത്തിലും വായിച്ചു. അയാൾ തൊട്ടില്ല. കഴിഞ്ഞ മറുപടിക്ക് വന്നപ്പോൾ അയാൾ പറയാണ് കാമാമിണ്ടിയില്ല. ഈ തഫ്സീർ വായിച്ചു കൊടുത്തിട്ട് കാമാമിണ്ടിയില്ല. അപ്പൊ മിഞ്ഞാന്ന് ഈ ഉള്ളവൻ പറഞ്ഞു കണക്കിന് മിണ്ടി, നിങ്ങളത് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നുണ്ടോന്നറിയില്ല, ഇന്നിതിന് മറുപടി ഉണ്ടോന്നറിയില്ല, അവിടെ പറയുമെന്നറിയില്ല. ഇതാ അതേ തഫ്സീർ ഈ ഉള്ളവൻ അന്ന് പറഞ്ഞു. എടത്തനാട്ടുകരയിൽ വായിച്ച തഫ്സീർ ഇബ്നു കസീർ വായിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ദൗർഭാഗ്യവാന്മാർക്കും സൗഭാഗ്യവാന്മാർക്കും
അല്ല വേണ്ടത് കൊടുക്കുന്നു. അതന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. അപ്പോ ഫലം എന്ന വാക്ക് നിങ്ങൾക്ക് ഗുണം എന്ന് പറയല്ലേ, മൂപ്പര് ഗുണം എന്ന് പറയാം. ഈ ഫലവും ഗുണമൊക്കെ ഒന്ന് തന്നെയാണ്. മലയാള ഭാഷയും തിരിയില്ലേ? ഗുണം, ഫലം, നേട്ടം, ലാഭം, മെച്ചം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും. നിങ്ങൾക്ക് തിരിയാത്ത ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇനി ഇന്ന് തഫ്സീർ ഒന്നുകൂടി പിടിച്ചോളി. ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി ഐ നുമിദ്ദു കുല്ലൽ ഫരീഖൈനി മൻ യുരീദു ദുനിയാ വമൻ യുരീദുൽ ആഖിറ. ദുനിയാവും ആഖിറവും മാത്രം ഉദ്ദേശിക്കുന്ന, ദുനിയാവ് ഉദ്ദേശിക്കുന്നവർക്കും ആഖിറ മാത്രം ഉദ്ദേശിക്കുന്നവർക്കും എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. മിൻ അത്വായി റബ്ബിക എന്ന് പറഞ്ഞാൽ യർസുഖുഹുമാ ജമീഅൻ. ഓൽക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അല്ലാഹു തന്നെയാണ്. ഇനിയോ അൽ അതാഉ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിദ്ദുന്യാ, ദുന്യാവിൽ കൊടുക്കും. അവർ അവിശ്വാസികളായി ധിക്കാരികളായി ജീവിക്കുമ്പോഴും അവർക്ക് വേണ്ടതൊക്കെ അല്ല കണക്കാക്കിയ പ്രകാരം കിട്ടുന്നു. എന്നാലോ വൈല്ലാ ഫലാ, എന്നാൽ അവർക്ക് ആഖിറത്തിൽ ഒരു ഹല്ലുമില്ല, ഒരു ഓഹരിയുമില്ല, സ്വർഗല്ല. എത്ര വ്യക്തമാണ് ഈ കാര്യമൊക്കെ. എന്നിട്ട് അതെടുത്തിട്ട് ഞങ്ങളെ നിങ്ങൾ വേദനിപ്പിച്ചു. തെളിവെത്രനായി? ഇനി ഒക്കെ പോകട്ടെ. അലിമദനി, നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം നോക്കണം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ആരെ കിതാബ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കിതാബ്. ഈ കിതാബിൽ മക്കത്തെ മുശ്രിക്കുകൾ, അവിശ്വാസികൾ, നോക്കൂ നിങ്ങൾ, ഫൈന്നാ നഅലമു അന്നൽ കുഫാറ ഖദ് ഇസ്തജാബു ലഹും, കാഫിരീങ്ങൾ, അവിശ്വാസികൾ, അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കിട്ടി, സഹായം കിട്ടി, ആഫിയത്ത് കിട്ടി, ഭക്ഷണം കിട്ടി. അവർ ആരാധന്മാരടുക്കൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഇടതേട്ടം നടത്തിയിട്ടും ഇതൊക്കെ അള്ളാഹു അവർക്ക് കൊടുത്തു. അപ്പൊ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? മിക്കവാറും ആ കിതാബ് കടത്തിക്കൂട്ടിയ കിതാബാകും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. കടത്തിക്കൂട്ടിയ കിതാബ്. ഈ ഉള്ളവന്റെ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അലിമദനി, ആ കടത്തിക്കൂട്ടപ്പെട്ട കിതാബ് ഒന്ന് കൊണ്ടുവരണം. നിങ്ങൾക്ക് ബാധ്യതല്ലേ? നിങ്ങൾ കൊണ്ടുവന്നോ? ചോദ്യമാണ്, കൊണ്ടുവന്നോ? പോകട്ടെ. ഈ കിതാബിൽ വായിച്ചത് തെറ്റാണ്, ശരിയല്ല എന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് മനക്കരുത്തുണ്ടായോ? നിങ്ങൾ ജീർണിച്ചു പോയില്ലേ ഈ കിതാബിന്റെ മുമ്പിൽ? തീർന്നില്ല. തൊട്ടപ്പുറത്തെ പേജ്, കുറച്ച് കഴിഞ്ഞിട്ടുള്ള പേജ് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി ഈ പേജിൽ ഒരു കാര്യമുണ്ട്, അത് അംഗീകരിക്കുവോ? ഈയുള്ളവൻ അത് വായിച്ചിട്ട് പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഏത് നിലക്കാണോ പറഞ്ഞത് ആ നിലക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്തേ നിങ്ങൾ ഈ കിതാബ് തൊട്ടില്ല? നിങ്ങൾ മിണ്ടിയില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേര് പോലും ആ വിഷയ സംബന്ധമായി പറയാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ? ഈ പരപ്പനങ്ങാടി ഗണ്ണനത്തിന്റെ വിജയാണത്. മനസ്സിലായോ? ഗണ്ണന നടന്നാൽ ശരിക്കും തെളിഞ്ഞു വരും. എവിടെയാണ് കലക്ക് എന്നുള്ളത് തെളിഞ്ഞാണ് വരും. അപ്പോൾ കളി നിർത്തിയിട്ട് ഇത് കാര്യമാണെന്ന് തിരിച്ചറിയൂ. ഇത് തമാശയല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. ഈ കിതാബുമേ തൊടാൻ നിങ്ങൾ ധൈര്യം കാണിച്ചോ? ഇല്ല. ഇനി പോകട്ടെ. ഇനി രസം എന്താ അറിയോ? ഇപ്പൊ ഈ ഉള്ളവൻ ഈ തഫ്സീറിന് വായിച്ചില്ലേ? ഇമാം ബഗവി റഹിമഹുള്ളയുടെ തഫ്സീർ, ഇബ്നു കസീറിന്റെ റഹിമഹുള്ള തഫ്സീർ വായിച്ചില്ലേ? അതേ കാര്യം മറുപടിക്ക് വന്ന ആ സംസാരത്തിൽ പോലും പച്ചക്ക് അലിമദനി ഇവിടെ ആവർത്തിച്ചാണ് പോയി. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് നിങ്ങളാണ് തെളിവ്. നിങ്ങളുടെ കപടത ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേട്ടോളൂ, പറയട്ടെ. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവർക്കും അള്ളാഹുവിന് കീഴ്പ്പെടാതെ ജീവിക്കുന്നവർക്കും ഇഹലോകത്തിൽ, ഈ ദുനിയാവിൽ അള്ളാഹു നന്മകൾ ഗുണം ചെയ്തു കൊടുക്കും എന്നതാണ് ആയത്തിന്റെ വിവക്ഷ എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കി. അലിമദനി മനസ്സിലാക്കി. മനസ്സിലായോ? അതാണ് ആയത്തിന്റെ വിശദീകരണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി. മൂപ്പര് ഗുണം കിട്ടും, നമ്മൾ ഫലം കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെന്താണ്? വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും. വഴിപ്പെടുന്നവർ മുഅ്മിനുകൾ, വഴിപ്പെടാത്തവർ കുഫാറുകൾ. വിഷയം കഴിഞ്ഞു. ഇനി എന്താണ്? ഇതാണ് പറഞ്ഞത്. ചിലതൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി പോകാൻ തന്നെയാണ് ഈ ഗണ്ണനം. അതിൻ്റെ ഉപകാരം അത് കണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ശരി, ഇനി മൂപ്പര് അടുത്ത പറയട്ടെ. കേട്ടോ, നല്ല ചോദ്യമാണ്.
ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വിജന പ്രദേശത്ത് പോയിട്ട് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ഒരു പടപ്പിനെ വിളിക്കാനും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അലിമദനി, ഞങ്ങൾ തൗഹീദിൽ ഉറച്ചവരാണ്. അപ്പൊ വിജന പ്രദേശത്ത് പോയി അള്ളാനെ വിട്ട് വേറുള്ളവരെ വിളിക്കുന്നത് തൗഹീദിനെതിരാണ് എന്ന് ഇപ്പൊ കാരം സമ്മതിച്ചല്ലോ. ഞങ്ങൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ കാരം മൂസ 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം മാസികയില് 42-ാമത്തെ പേജിൽ നിങ്ങളുടെ മൗലവി ജബ്ബാർ മൗലവി പണ്ഡിതൻ എഴുതിയത് എന്താ? പിന്നെന്താ എഴുതിയത്? തന്റെ കേൾക്കുന്ന ശബ്ദം ജിന്നിൻ്റെതാണ് എന്ന് വിശ്വസിച്ച് വിളിക്കാമെന്നല്ലേ? അങ്ങനെ വിളിച്ചാൽ അതിന്റെ അഭൗതികമായ തേട്ടല്ല എന്നല്ല എഴുതിയത്. കേട്ടില്ല നിങ്ങള്? അപ്പൊ തെളിവെന്താണ്? ഇസ്ലാഹിലുണ്ട്. പൊന്നാർ അലിമദനി, നിങ്ങൾ 10-23 കൊല്ലായില്ലേ ഇസ്ലാഹ് പിടിച്ചു കിടക്കണു. വളരെ മാന്യമായി വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ നിമിഷം വരെയെങ്കിലും ഈ ഇസ്ലാഹിൽ 2 പേജുകൾ പൂർണ്ണമായിട്ട് വായിച്ചോ? ഒന്ന് ചോദിക്കണം. 2 പേജാണ് അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുള്ളയുടെ ഈ ലേഖനം 2 പേജുള്ളൂ. ഈ 2 പേജ് ലേഖനം 23 കൊല്ലത്തിനിടക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വായിച്ചോ? വിമർശിക്കാനല്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വായിച്ചോ? വായിച്ചിരുന്നെങ്കിൽ എന്നേ നിങ്ങൾ നന്നായിരുന്നു. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ വായിച്ചിട്ടില്ല. എന്താ ഈ ഉള്ളവൻ്റെ ഉത്തരം എന്തായിരുന്നു? മൂപ്പര് തൊട്ട ഒരു ഉത്തരത്തിൻ്റെ കോലാണ്. ഈ ഉള്ളവൻ തൊട്ട ഉത്തരത്തിന് മൂപ്പര് പ്രതികരിച്ചതിൻ്റെ കോലാണ്. എന്താണ്? അള്ളാനോട് തേടേണ്ട ഒരു കാര്യം ജിന്നിനോട് മലക്കിനോട് തേടാമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ തെളിവെന്താ അറിയോ? ഇസ്ലാഹില് നിങ്ങളൊന്ന് കാണിച്ചരി. ഇനി വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ, പരസ്യമായി പറയാൻ ധൈര്യമില്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും. നിങ്ങൾ ഒറ്റ മെസ്സേജ്, ഇതാ ഈ വരിയാണ്, ഈ വാക്കാണ്, ഈ അക്ഷരമാണ്. ഒരക്ഷരം കിട്ടിയാൽ മതി. ഈ 2 പേജിൽ നിന്ന് ഒരക്ഷരം കിട്ടിയാൽ മതി. അള്ളാഹുവിനോട് കൊടുക്കേണ്ട തേട്ടം അത് ജിന്നിനും മലക്കിനും കൊടുക്കണമെന്ന് ഈ 2007 ഏപ്രിൽ ഇസ്ലാഹിലെ 2 പേജ് ലേഖനത്തിൽ നിന്ന് ഒരക്ഷരം കാണിക്കുമോ? ഒറ്റക്ഷരം കാണിക്കാൻ കഴിയൂലെങ്കിൽ മനസ്സിലായോ? കാരണം എന്താ അറിയോ? അങ്ങനത്തെ ഒരു വാദവും വിശ്വാസവും ഇല്ല. പച്ചക്ക് പഠിച്ചോളി. പച്ച ശിർക്കിനെ തകർക്കാൻ പുരോഹിതന്മാർ രാവും പകലും കുത്തിയിരുന്ന് കണ്ടെത്തി വരുന്ന പൊള്ളയായ വ്യാജ തെളിവുകളെ പൊടിച്ചു കൊടുക്കാൻ ജബ്ബാർ മൗലവി എഴുതിയ ഈ ലേഖനത്തിന്റെ മൂല്യവും അതിൻ്റെ കനവും അതിൻ്റെ മഹത്വവും ചോരാതെ നിലനിൽക്കുകയാണ്. 10-23 കൊല്ലായിട്ടും ചർച്ച അവസാനിക്കുന്നുണ്ടോ? എന്താ അവസാനിക്കാത്തത്? ഇത് തൗഹീദാണ്. ലോക അവസാനിക്കോളം ഇത് നിലക്കാതെ തുടരും. മനസ്സിലായോ? നിങ്ങൾ അത് ആ നിലക്കാൻ തിരിച്ചറിഞ്ഞോളി. ഈ ഇസ്ലാഹ് എടുത്തുകൊണ്ട് നിങ്ങളെ കളി ഇനിയെങ്കിലും നിർത്തി. ഇതൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് ആകെ പിന്നെ മരം ചുറ്റി കളിക്കാനുള്ളത് ഈ ഇസ്ലാഹിനുള്ളൂ. ഒന്നുമില്ല. എന്നിട്ട് എന്തുണ്ടായത്? എന്തേ കിട്ടിയത്? നിങ്ങൾ അറിയാതെ അറിഞ്ഞ് ശിർക്കിലേക്ക് ഒലിച്ചു പോയി എന്നല്ലാതെ വേറെന്താ ഉണ്ടായത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തട്ടിപ്പുകൾ നിർത്തുക. ഇനി ഇവിടെ നടത്തിയ ഒരു വല്ലാത്ത തട്ടിപ്പ് എന്താ അറിയോ? അത് 2 ആൾ നടത്തി. ബഹുമാന അലിമദനി നടത്തി, ജാബിർ അമാനിയും നടത്തി. എന്താ അറിയോ? ഈ ഉള്ളവൻ സൂറത്ത് ഫാത്തിറിലെ ആയത്ത് അനസ് മുസ്ലിയാർ തട്ടിപ്പ് നടത്തിയപ്പോൾ തഫ്സീർ തൊബരി വായിച്ച് ശരിക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അലിമദനിക്കത് പറ്റിയില്ല. കാരണം എന്താ? ഈ വിഷയത്തിൽ അലിമദനി അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്. സ്വാഭാവികമായിട്ടും ശിഷ്യൻ തളരുമ്പോൾ ഉസ്താദിന് പേടിയുണ്ടാവുമല്ലോ. അപ്പോൾ ഉസ്താദ് ഒന്ന് സംരക്ഷിക്കാൻ നോക്കി കേട്ടോളി. ജിന്നുകളോടുള്ള തേട്ടം ഷിർക്കാണ് എന്ന് അനസ് മുസ്ലിയാർ സൂറത്തു ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു. സൂറത്തു ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ജിന്നിനോട് തേടിയാൽ ഉത്തരം കിട്ടൂല. ഈ ആയത്ത് 2007 ആ 2007-8 കാലങ്ങളിൽ അലിമദനി ഇങ്ങനെ ഓതിന ആയത്താണ്. അപ്പൊ അനസ് മുസ്ലിയാർ അന്ന് പറഞ്ഞു, തൗഹീദിന്റെ ആയത്ത് അതൊക്കെ പുറത്തു വരാക്കാരം, ഓതാൻ അവസരമില്ലായിട്ട് പോതാക്കാരം, ഞങ്ങളെ നേരെ ഓതണ്ട എന്ന് പറഞ്ഞ് മൂപ്പര് മറുപടി കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ 2-5-6-2011 യോഗത്തിൽ പങ്കെടുത്തത് മുതൽ മൂപ്പർക്ക് എന്തായി? ഈ ആയത്തൊക്കെ നമ്മളെ നേരെ ഓതാനുള്ള അവസരം കിട്ടി. അപ്പോൾ അലിമദനി സാഹിബിന്റെ പഴയ പ്രഭാഷണങ്ങളെടുത്ത് വീണ്ടും കേട്ടു. അങ്ങനെ പഠിച്ച് മൂപ്പര് ഓതിയിട്ട് തഫ്സീർ തൊബരി വെച്ച്
കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പിടിച്ചെടുത്തത്. കാരണം ഇവിടെ ചർച്ച ഹയ്യും ഹാദിറും ഖാദിറുമാണ്. ഇവിടെ ചർച്ച എന്താണ്? ഖാദിർ അല്ലാത്ത, ഖുദറത്തല്ലാത്ത വിഷയമാണ്. ശരി, ബാക്കി പറയട്ടെ കേട്ടോ. അബൂലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്നുള്ള ആയത്ത്, ആ ആയത്തോതി ഇപ്പൊ കാര മൂസ ആ ആയത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ത്രിബിരിയുടെ ഒരു ഇബാറത്തെടുത്ത് വായിച്ചിട്ട് എന്താ പറഞ്ഞ അറിയോ? അത് വിഗ്രഹങ്ങളോട് തേടുന്നവരെ കുറിച്ചാണ് അനസെ പറഞ്ഞത്, ജിന്നിനോട് തേടുന്നവരെ കുറിച്ചല്ല. ശരി, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഈ ഉള്ളവൻ വായിക്കണം, നിങ്ങൾ കേൾക്കണം കേട്ടോ. മൂപ്പര് വർത്താനം കേട്ടില്ലേ? അത് വിഗ്രഹങ്ങളോട് തേടിയുള്ള വിഷയമാണ് അനസേ, ജിന്നിനോടല്ല എന്ന് തഫ്സീർ വായിച്ച് ഞാൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ശരി, ഇനി ഈ ഉള്ളവൻ തഫ്സീർ വായിക്കണത് കേൾക്കും, ഞാൻ എന്താണ് പറഞ്ഞു നിങ്ങൾ കേൾക്കണം. ആലോചിച്ചൊക്കെ എങ്ങനെയുണ്ട്? ഇതന്നല്ല ഈ ആയത്തൊക്കെ ഓതുമ്പം ഖുറാഫിയാളി നമ്മളോട് പറയാറുള്ളത് എന്താ? അത് സ്വനമുകളെ കുറിച്ചാണ്, അസ്നാമുകളെ കുറിച്ച്. എങ്ങനെയുള്ള അസ്നാമുകളെ കുറിച്ച്? ജമാദായ, നിർജീവമായിട്ടുള്ള, സംസാരശേഷിയില്ലാത്ത ആ വിഗ്രഹങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത് എന്നാണ് പറയാറുള്ളത്. ഇതേ വാദം അവർ ഔലിയാക്കളെ കുറിച്ച് അത് പറയുമ്പോൾ, ഔലിയാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഥവാ ഔലിയാക്കളോട് തേടാം എന്നത് സ്ഥാപിക്കാൻ വേണ്ടി പറയുമ്പോൾ, ജിന്നുകളോട് തേടാൻ എന്നതിന് വേണ്ടി പ്രമാണങ്ങളെ ഖുർആനിനെ അട്ടിമറിച്ച രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. കാരയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുക. ഈ അനസ് മൗലവി ഓതിയ ആയത്ത് തന്നെയാണ് ഇൻ തദഉഹും ലാ യസ്മഊ ദുആഅകും എന്ന ആയത്ത്. എന്താണ് ഇവിടെ ഇമാം തൊബരി റഹിമഹുല്ലാഹ് കൊടുത്തത്? ദാ ഇൻ തദഉ അയ്യുഹന്നാസ്, മക്കത്തെ മുശ്രിക്കിനോട് പറയുന്നു, ഓ ജനങ്ങളെ, ഹൗലായിൽ ഹാലിഅ, നിങ്ങളുടെ ആരാധ്യന്മാർ, അല്ലതീ തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങളുടെ ആരാധ്യന്മാർ, ലാ യസ്മഊ ദുആഅകും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. അനസ് മൗലവി ഇത് ഹയ്യും ഹാദിറും ഖാദിറുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് പച്ചയായ ശിർക്കിനെ പറ്റിയാണ്. ആ ശിർക്കിനെ പഠിപ്പിക്കുന്ന ആയത്താണ്. അന്നഹാ ജമാദുൻ, അവ നിർജീവമാണ്, നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകൂല. അന്നഹാ ലൈസത് നാതിഖാ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെയോ വലാ ഖുദ്റത ലഹു അലാ ദുർരിക്കും, നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇതെന്തല്ല? ഹയ്യല്ല, ഇത് ജമാദാണ്, ജീവല്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെയോ ഇത് ഖുദ്റത്ത് ഖാദിറല്ല. പൊളിഞ്ഞില്ലേ? മുത്തലഖൻ ശിർക്ക് പൊളിഞ്ഞില്ലേ? അപ്പോ ഈ ആയത്ത് തഫ്സീർ തൊബരി വായിച്ചു, നിങ്ങൾക്ക് തെളിവില്ല. ഇപ്പൊ ജിന്നുകളോടുള്ള സഹായത്തേട്ടം മുത്തലഖൻ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്തു ഫാത്തിറിലെ 14-ാമത്തെ ആയത്തോതി അനസ്. അപ്പം ത്രിബിരിന്റെ ഇബാറത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് കാര മൂസ എന്താ പറഞ്ഞത്? ത്രിബിരി പറഞ്ഞിട്ടുണ്ട് എന്താണ്? അത് ജമാദായ വിഗ്രഹങ്ങളെ കുറിച്ചാണ് ആയത്ത് പറഞ്ഞതെന്ന്. ഇൻ തദഉഹും ലാ യസ്മഊ ദുആഅകും എന്ന് പറഞ്ഞതെന്ന്. പൊന്നാര അലുമദനി, സമസ്തക്കാരെ പോലും നാണിപ്പിക്കുന്ന തട്ടിപ്പങ്ങ് നടത്തിയത്. ഈ ഉള്ളവന്റെ സംസാരത്തിൽ വിഗ്രഹങ്ങൾ ഒരു വി വന്നു, വി എന്നുള്ള വാക്ക് വന്നു, ആ ഒരു അക്ഷരം വന്നു. എന്താണ് ഇയാൾക്ക് പറ്റിയത്? അപ്പൊ എന്താ അറിയോ? ഇത് അനസ് മുസ്ലിയാരും മൂപ്പരും തമ്മിൽ ഇസ്തിംതാ ആണ്, അത്രേ ഉള്ളൂ. ഒരു സുഖെടുക്കൽ, അല്ലാതെ എന്താ ഗുരു ശിഷ്യ ബന്ധം ഊട്ടി ഉറപ്പിക്കണല്ലോ, അത്രേ ഉള്ളൂ. ഇതാ തൊബിരി, ഈ തൊബിരി കിട്ടാത്തതല്ലേ? മനസ്സിലായോ? ഈ ഉള്ളവൻ വായിച്ചപ്പോൾ തന്നെ നോക്കുക, അയ്യുഹന്നാസ് ഹൗലായിൽ ആലിഹ, ആരാധ്യന്മാർ. അവിടെ പോലും ഞാൻ പറഞ്ഞില്ല അത് വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞോ? ഇല്ല. ജമാഅത്ത്, ആ ആരാധ്യ വസ്തുക്കൾ നിർജീവമാണ്. അതിലാര് പെട്ടു? അമ്പിയാക്കൾ പെട്ടു, മലായിക്കത്ത് പെട്ടു, ജിന്ന് പെട്ടു, അസ്നാമുകൾ പെട്ടു, അവരുടെ ആരാധ്യ വസ്തുക്കൾ മുഴുവൻ പെട്ടു. എന്തുകൊണ്ട് ജമാഅത്തായി? നിർജീവമായി. അവരില്ല, കഴിയൂല അവർക്ക്. അപ്പൊ ജമാഅത്ത് ആയതുകൊണ്ട് കഴിയുക എന്നത് പൊളിഞ്ഞു. അനസ് മുസ്ലിയാരും അലിമദനിയും ഒരുമിച്ച് ഈ ആയത്ത് തെളിവാക്കണം. എന്തിനാണ്? സാധിക്കുന്ന കാര്യത്തിലെ ചോദ്യം പോലും നിരുപാധികം ശിർക്ക് എന്ന് പറയാനാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു, അത് നിരുപാധികം ശിർക്ക് തെളിയിക്കാനുള്ളതല്ല. ഇത് ശുദ്ധമായ ശിർക്ക് വരുന്ന വഴികളെ പറ്റിയാണ് പറയുന്നത്. അതല്ല ഇസ്രായേലിലെ ചർച്ച, അതല്ല നമുക്കിടയിലെ ചർച്ച. അങ്ങനെ മൂപ്പർക്ക് പൊളിച്ചു കൊടുത്തപ്പോൾ ഇയാൾക്ക് പൊള്ളി. ആ പൊള്ളീൻ്റെ ഇസ്തിംതാണ്. പൊന്നാർ അലിമദനി, ഈ ഉള്ളവൻ പറയാത്ത കാര്യം പറഞ്ഞൊന്നും നിങ്ങൾ തളർത്താൻ നോക്കിയാൽ അങ്ങനെ തളരൂല. ഇതെന്താ അറിയോ? ഇത് ഈമാനിന് വേണ്ടിയുള്ള പോരാട്ടാണ്, ഹിദായത്ത് ഉറച്ചു കിട്ടാനുള്ള പോരാട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുത്തിയാലൊന്നും വേദനിക്കൂല. ഈ ഉള്ളവൻ പറയാത്തത് പറഞ്ഞ്
നിങ്ങൾ ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ആശയത്തെ നിങ്ങളുടെ ആശ്രിതരായിട്ടുള്ള ആ CD ടവറുകാരെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തിനങ്ങനെ വിയർക്കണത്, എന്തിനങ്ങനെ പ്രയാസപ്പെടുന്നത്? അങ്ങനെ ഒന്നും ഈ ഉള്ളവൻ ചെയ്തിട്ടില്ല, ഉള്ളതുപോലെ പറഞ്ഞു തന്നു. ശരി, ഇനി ജാബിർ അമാനി കാറ്റൊരു തട്ടിപ്പാണ്, ഓടി കേട്ടോളി. 2007 മുതൽ പൈശാചികമായി നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കള്ളത്തരങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഓടുകയെന്ന് നിങ്ങൾക്ക് പൂരി തീർന്നില്ല അല്ലേ? യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസിനെ കുറിച്ച് പഴയ കാലം മുതൽ ഇങ്ങോട്ട് നടത്തിയ ചർച്ചകളല്ലാതെ എന്താ ഞങ്ങൾ ചെയ്തത്? നിങ്ങൾ പറയും. എന്നിട്ട് ഈ സംവിധാനത്തിന്റെ വിജയക ബഹുമാനായ ഫൈസൽ മുസ്ലിയാർ പറയുന്നു ലഈഫ് സ്വീകരിക്കാൻ പാടില്ല. അബ്ദുൽ മാലിക് സലഫി പറയുന്നു ഓരോരുത്തർക്കും താല്പര്യമുള്ള സമയത്ത് സ്വഹീഹ് സ്വീകരിക്കൂല, ലഈഫായ ഹദീസ് സ്വീകരിച്ചു പോകുന്നു. ഫൈസൽ മുസ്ലിയാർക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടോ വന്നിട്ടുള്ള മൂസാ സലാഹി കാര പറയുന്നു 2000 അഥവാ വിസ്ഡം രൂപീകരിച്ചത് മുതൽ ലഈഫായ ഒരു ഹദീസുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറയല്ലാതെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്? കേട്ടില്ല നിങ്ങൾ? ഇയാളെ പറ്റി കണ്ണ് ചിമ്മി പറയാം, കഷ്ടം, അത്രേ ഉള്ളൂ, കഷ്ടം. ഈ ഉള്ളവന്റെ വാക്കിൽ അയാളാ പറഞ്ഞ കാര്യമുള്ളത് ആണോ? ഈ മറുപടി എന്തിനാണെന്നറിയോ? എടത്തനാട്ടുകര ഗണ്ണനത്തിൽ ഇയാൾ ആവർത്തിച്ച് പറഞ്ഞൊരു കളവുണ്ടായിരുന്നു, എടുത്തിങ്ങനെ പറഞ്ഞ കളവ്. എന്താ? വിസ്ഡം ഈ ദുർബല ഹദീസിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനമാണ്. അതിന്റെ ഉത്തരം കൊടുത്തു ഈ ഉള്ളവൻ. എന്താ കൊടുത്തത്? പൊന്നാര ജാബിർ അമാനി, ഈ ദുർബല ഹദീസിനെ ഓരോ കാലഘട്ടത്തിലും അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഏത് നിലക്കാണോ കൈകാര്യം ചെയ്തത്, എന്താണോ മറുപടിയായി കൊടുത്തത്, അത് കൃത്യമായി കൊടുത്തു എന്നല്ലാതെ, അത് എടുത്തു പറഞ്ഞു എന്നല്ലാതെ എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം? അതിട് പിടിച്ചിട്ട് മൂപ്പര് പറയാ, കണ്ടോ ദുർബലമെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞത് മൂസാക്കാര പറയുന്നു 2007 മുതൽ ഞങ്ങൾ അതാണ് തുടർന്നത്. എന്തിനാണ് ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ ഈ സമൂഹത്തെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഒരു സമയം അനുവദിച്ചു തരൂ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. ഞങ്ങൾ ഒരുപാട് ശിഷ്യന്മാർ രംഗത്തുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചുതരാം. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, ഇങ്ങനെ മുറിച്ചെടുത്തുകാണ്ട് ഇടങ്ങാറാകണ്ട. ഇയുള്ളവൻ എടത്തനാട്ടുകരയിൽ വേണ്ട പോലെ കൊടുത്ത് ഒഴിവാക്കിയതാണ്. പക്ഷെ എന്താ അറിയോ, ഇവിടെ അതിട്ട് ഇല്ലാത്ത വാദം പറഞ്ഞു പോകുമ്പോൾ പരിഗണിക്കണമല്ലോ, ആ നിലക്ക് പരിഗണിച്ചതാണ്. ശരി, ഇനി എന്താ അറിയോ, ഇനി കണ്ടോളിയും. അലി മദനി സാഹിബ് എന്ത് ചെയ്തു? ഒരു കാര്യം അൽഹംദുലില്ലാ നമ്മുടെ ഈ ഗണ്ണനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ ഇസ്ലാഹിൽ ബഹുമാനനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ എഴുതിയത് ഏറി വന്നാൽ ഹറാമ് ഹറാമ് എന്നിടത്തെങ്കിലും അല്ലേ ആകുക എന്ന് അലി മദനി ഇവിടെ വെച്ചൊന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 2007 മുതൽ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് ഈ ലേഖനം എടുത്തുകൊണ്ട് ഓടി നടന്നവർ ക്ഷീണിച്ച് തളർന്ന് അവശരായി ഇപ്പൊ പറയുന്നു, നിങ്ങൾ ഇറക്കിയ കത്ത് പ്രകാരം ഇത് ഹറാമല്ലേ ആകുള്ളൂ. ഞങ്ങൾ അതന്നെ നിങ്ങളോട് പറഞ്ഞത്. എന്തറിയോ? ഇതിൽ ശിർക്കില്ല, ഇതിൽ ശിർക്കില്ല. നിങ്ങൾ കുറച്ച് വർഷം കുത്തിയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ ചേർന്ന് രാവും പകലും പലരും തപസ്സിരുന്നു. അവസാനം അവരും എത്തിയത് എവിടെ അറിയോ? മുതലക്കുളത്ത് വെച്ച് നവോത്ഥാന സമ്മേളനത്തിൽ KJU സെക്രട്ടറി കുടുങ്ങിയിട്ട് അവസാനം തെളിവ് കണ്ടെത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയിട്ടുണ്ട്. ആ തിരുത്തലാണ് ഞങ്ങൾ തിരുത്തുന്നത്. മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞാൽ നിരുപാധികം ശിർക്കല്ല കായക്കൊടി, ശിർക്കല്ല. അതിൽ ശിർക്കാകുന്നതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്, ഹറാമാകുന്നതുണ്ട്, അനുവദിച്ചതുണ്ട്. ചർച്ചെടുത്ത് പഠിക്കുകള്, മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്ക് തുടരെ തുടരെ അത് കിട്ടുമ്പോൾ വെടിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. കേട്ടോളിയും അലി മദനി ഹറാം എന്ന് പറഞ്ഞ കേട്ടോളി. അയാളുടെ കത്തിൽ എന്താ ഉള്ളത്? فهو الاستعانة بالجن الحي الحاضر القادر. രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട്
ഫീമ യഖ്ദിറു അലൈഹി, അയാൾക്ക് സാധിക്കുന്ന കാര്യത്തിൽ സഹായം തേടലാണ്. ഫഹാദാ ഹറാമുൻ, ഇത് ഹറാമാണ്. ലാ യജൂസു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജബ്ബാർ മൗലവി എഴുതിയത് ചുരുങ്ങിയത് എന്താണ്? ഹറാമല്ലേ? മതി, ചുരുങ്ങിയത് ഹറാമല്ലേ ചോദ്യത്തിൽ എത്തിയില്ലേ? മതി, ഇൻഷാ അല്ലാഹ് മാറി വരും. ഇതിൽ ശിർക്കില്ല നിങ്ങൾ പറയും. അത് പറയേണ്ട സക്കറാത്തിലേക്ക് നിങ്ങൾ രണ്ടു കൂട്ടരും എത്തിക്കും. മനസ്സിലായോ? അതാണ് മുതലക്കുളത്ത് തെളിഞ്ഞു, ഇവിടെ പരപ്പനങ്ങാടിയിലും തെളിഞ്ഞു. ഇതിൽ ശിർക്കില്ല കൂട്ടരെ. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാനോ പ്രാർത്ഥിക്കാനോ ഇതിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതെടുത്തുകാണ്ട് നിങ്ങൾ കാലം കഴിക്കണ്ട. നിങ്ങൾക്ക് വേറെ വല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ചെയ്തോളി. ശരി, ഇനി ജാബിർ അമാനി വല്ലാത്ത ഒരു ആരോപണം. ആ ആരോപണം ഒന്ന് കേൾക്കുക. അത് കേട്ടിട്ട് ജാബിർ അമാനിക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്, ചോദിക്കാൻ കേട്ടോ. വിളിച്ചു പ്രാർത്ഥിക്കണമെന്നില്ല, വിളിച്ചു തേടണമെന്നില്ല. യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അഭൗതികമായ കാര്യങ്ങളില്ല, അതിൽ ശിർക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ തന്നെയും നിങ്ങൾ ആ വിശ്വാസം കൊണ്ടു തന്നെ ശിർക്കിന്റെ അവസ്ഥകളിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങളല്ല പറയുന്നത്, ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ തന്നെയാണ് പറയുന്നത്. കേട്ടില്ല നിങ്ങള്? ഏതായിരുന്നാലും ബഹുമാന്യനായ ഫൈസൽ മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് ജാബിർ അമാനി കൊണ്ടുവന്നത്? എന്താണ്? അഭൗതികം എന്ന ഒരു വിചാരം വന്നാൽ തന്നെ ശിർക്കാണ്. മൂപ്പര് പറയാണ് അങ്ങനെ വിചാരിക്കണ്ട, എന്തായാലും അത് അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ എന്തായി? വിചാരിച്ചാൽ തന്നെ ശിർക്കായി. ശരി ജാബിർ അമാനി, ഉമർ മൗലവി റഹിമഹുല്ല കൊടുത്ത മറുപടി എന്താ നിങ്ങൾ രണ്ടു കൂട്ടരും തൊടാത്തത്? അത് പുറത്തുള്ള വാക്കല്ലല്ലോ. യാ ഇബാദല്ലാ എന്ന ഈ ദുർബല ഹദീസ് പയ്യോളിയിലെ മുസ്ലിയാർ തെളിവാക്കിയപ്പോൾ അതിന് കൊടുത്ത മറുപടി സൽസബീലില്ലേ? അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കാര്യം ജബ്ബാർ മൗലവി പറഞ്ഞപ്പോൾ ശിർക്ക്, നിരുപാധികം ശിർക്ക്. എന്താ ഉമർ മൗലവിയെ തൊടാൻ നിങ്ങൾക്ക് ഒരു പേടി? ഉമർ മൗലവിയെ പേരുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണം, പേര് കൊണ്ടും ഫോട്ടോ കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കണം, രണ്ടു കൂട്ടർക്കും ജീവിക്കണം. ആശയം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾ ആ തൗഹീദിൽ, ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ തൗഹീദിൽ മലക്കിനെ ഉറക്ക വിളിക്കണം. കണ്ടോ, മലക്കുകൾ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. ഇൻഷാ അല്ലാഹ് ഒരു ക്ലിപ്പ് കാണിക്കാണ്ട് അപ്പോൾ ഒന്നുകൂടി വിശദീകരിക്കാം. ചെറിയ മുണ്ടം അതേ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ പുറത്തിറക്കിയ പുസ്തകത്തിലില്ലേ? എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ ആരോപിക്കുന്ന പോലെ, ഞങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ ഉമർ മൗലവിയെയും ചെറിയ മുണ്ടത്തെയും നിങ്ങൾ ആ തൗഹീദിനെയും നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്കറിയാം അതിവിടെ കേരളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളും എന്നറിയാം. അതുകൊണ്ട് ഈ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറഞ്ഞ് പോകണ്ട. ശരി, ഇനി ജാബിർ അമാനി കേട്ടുള്ളൂ. ജിന്നുമായി അഭൗതികമാണ് എന്ന് മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നു. ആ വിശദീകരണമൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ കാക്കകാരണവന്മാരായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെയാണ് പിന്തുടരുന്നത്, ഖുർആനിനെയും സുന്നത്തിനെയുമാണ് പിന്തുടരുന്നത്, സലഫ് സാലിഹീങ്ങളുടെ ചര്യയെയാണ് പിന്തുടരുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയാണ് പിന്തുടരുന്നത്. ഞങ്ങൾ മുജാഹിദുകളാണ്. അതുകൊണ്ട് തന്നെ അഭൗതികം എന്ന് പറയുന്നത് പടച്ച തമ്പുരാന് മാത്രമാണ്. നേരെ മറിച്ച് ബാക്കിയുള്ളതൊന്നും അഭൗതികമായി വൈബായി വരികയില്ല. അത് സമസ്തയുടെ വിശ്വാസമാണ് എന്ന രീതിയിൽ. ശരി, ഇതെന്താണല്ലോ അഭൗതികം? അല്ല മാത്രം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി ഇടപെടുന്നവൻ അല്ല മാത്രം. ഇതാണല്ലോ തൗഹീദിന്റെ മർമ്മം. ഇവരെന്ത് ചെയ്തു? അതിനെ അട്ടിമറിച്ച് ജിന്നും മലക്കും അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി ഇടപെടുന്നവരാണ് എന്ന് എത്ര വർഷമായി ഇവർ പഠിപ്പിക്കുന്നു. എത്ര തെളിവുകൾ ഞങ്ങൾ കാണിച്ചു. സെൻസിങ്ങിന് കൊടുത്തത് കാണിച്ചു, സലാം സുല്ലമിയുടെ പുസ്തകം വായിച്ചു, അതുപോലെ തന്നെ അത്തൗഹീദ് തീർത്തും അഭൗതികം എന്നെഴുതിയത് വായിച്ചു. മൻസൂർ അലി ചമ്മാടിന്റെ പുസ്തകം, ഇവിടെ കൂടോത്രം എന്ന പുസ്തകം കഴിഞ്ഞ പ്രസംഗത്തിൽ വായിച്ചു. നേരത്തെ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി അത് വായിച്ചു.
ഒക്കെ പോകട്ടെ, കഴിഞ്ഞ പ്രസംഗത്തിൽ ജാബിർ അമാനിയുടെ സംസാരം തന്നെ കേൾപ്പിച്ചു. ഇപ്പം മൂപ്പര് ഈ തൗഹീദിൻ്റെ വണ്ടിയിലേക്ക് മെല്ലെ കയറാൻ നോക്കുകയാണ്. എങ്ങനെ? അത് മനുഷ്യനെ സംബന്ധിച്ച് അബൗദികം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് എടുക്കാനുള്ള അവകാശമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്ത പോലെ ജിന്നുകൾ ഇടപെടുന്ന അവരെ കാര്യകാരണ ബന്ധങ്ങളുള്ള ഹദീസുകളെ അവരാരും തള്ളിയിട്ടില്ല. മനുഷ്യരെ സംബന്ധിച്ച് അബൗദികമാണ്, അദൃശ്യമാണ് എന്ന് പറഞ്ഞ ഉമർ മൗലവി റഹിമഹുല്ല, അമാനി മൗലവി റഹിമഹുല്ല തള്ളിയോ? സിഹറിന്റെ ഹദീസിനെ, കണ്ണേറിന്റെ ഹദീസിനെ തള്ളിയോ? ബദറിൽ മലക്കുകൾ ഇറങ്ങിയ ഹദീസിനെ തള്ളിയോ? എന്തെങ്കിലും പറയണു? അതാണ് തുടക്കത്തിൽ ഈ ഉള്ളവൻ മുദബ്ദബീന ബൈന ദാലിക എന്ന ആയത്തോടുള്ള കാരണം. നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചിക്ക്. നിങ്ങൾ ഒന്നുകിൽ ഒരു നൂറ്റാണ്ടു കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പാരമ്പര്യം അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായി വരും. ഇങ്ങനെ വക്കത്ത് ചവിട്ടിയിട്ട് വീണ് ഏർപ്പാട് വേണ്ട. നിർത്തിങ്ങൾ ഈ പരിപാടി. നിങ്ങളെ വാദം ശരിക്കെന്താ? നിങ്ങളെ വാദം അട്ടിമറിക്കപ്പെട്ട വാദമായതുകൊണ്ടല്ലേ ഇത്രയും ഹദീസുകളെ നിങ്ങൾ തള്ളേണ്ടി വന്നത്? അജ്വ, കാരക്ക, സംസം വെള്ളം ഒക്കെ തള്ളേണ്ടി വന്നത്. ഇതിപ്പോൾ പറയാ നല്ല കുട്ടികളായിട്ട് ഓ ഞങ്ങൾ എവിടെ പറഞ്ഞു. ഒക്കെ പോകട്ടെ, കഴിഞ്ഞ സംസാരത്തിൽ അലി മദനി സാഹിബ് ആവേശത്തിൽ പറഞ്ഞു മർക്കസ് ദഅവക്ക് അങ്ങനെ വാദം എവിടെ? കൊട്ടക്കണക്കിന് തെളിവ് കാണിച്ചു. ഏതെങ്കിലും ഒരു തെളിവിനെ നിങ്ങൾ തള്ളിയോ? നിഷേധിച്ചോ? ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞോ? എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾക്ക് കഴിയൂല. കാരണം നിങ്ങൾക്ക് ഈ അട്ടിമറിക്കപ്പെട്ട ആശയമുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളെ വാദഗതികളുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിലപാട് ശരിക്കൊന്ന് കൂടി ആലോചിച്ചിട്ട് യഥാർത്ഥ ഒരു നിലപാടിലേക്ക് വന്നിട്ട് നന്നായി മറ്റൊരു തൗബ ചെയ്ത പോലെ ശരിക്കൊന്ന് തൗബ ചെയ്ത് കണ്ട് ഒരു തൗബ ചെയ്ത് കണ്ട് അങ്ങോട്ട് പോന്നു, നിങ്ങൾ തൗബ ചെയ്ത് കണ്ട് ഇങ്ങോട്ട് പോരി. അത്രേ പറയാനുള്ളൂ. കാരണം അതുപോലെ ഏറ്റെടുത്തു. ഈ പണിക്ക് ഒരു സജീവമായിട്ടുണ്ട്. നിങ്ങൾ തൗബയൊക്കെ ചെയ്ത് ഒന്ന് കുളിച്ച് വൃത്തിയായി ശരിക്കും പോരി. ഇൻഷാ അല്ലാ അപ്പം ആലോചിക്കാം. അല്ലാതെ ഈ രണ്ട് തോണി കാലിട്ട് കണ്ട് അവസാന തോണി മറിഞ്ഞ് ആൾ തീരുമാനമായി എന്ന് പറയുന്ന അവസ്ഥക്ക് പോകില്ലേ. ഒറ്റ തോണിയിൽ സുഖമായി തുഴഞ്ഞ് ഇൻഷാ അല്ലാ മുന്നോട്ട് പോകാം. ഇനി അടുത്തത് എന്താ അറിയോ? നമ്മൾ പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ ജാബിർ അമാനി ഒന്നിങ്ങനെ ഉത്തരം പറയാൻ നോക്കി. അതിൻ്റെ അവസ്ഥ കേട്ടോളി വരട്ടെ. പുതിയ ചോദ്യങ്ങളല്ല. 1, 2, 3, 4, 5, 6, 7 ഈ ചോദ്യങ്ങളെല്ലാം യാ ഇബാദല്ലാഹ് ആയിനൂനി എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ടും അതിന്റെ വിശകലനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും ഹയ്യ്, ഖാല്, ഖാദിർ, ഹാദിർ പോലെയുള്ള ജിന്നിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും പരാമർശ വിധേയമായിട്ടുള്ളതാണ്. അതിന്റെ വിശകലനങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള സംസാരങ്ങളിൽ ദീർഘമായി ഖണ്ഡന പ്രസംഗങ്ങളിൽ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നിർവഹിച്ചിട്ടില്ല ജാബിർ അമാനി. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ഉള്ളവന്റെ സംസാരത്തിൽ യാ ഇബാദല്ലാഹ് എന്ന ഈ ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ നടന്ന ചർച്ചകൾ വെച്ചാ ചോദിച്ചത്. നിങ്ങളെ കുറിക്കുകൊള്ളുന്ന മർമ്മത്തടിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങളിൽ ഈ ഉള്ളവൻ പറഞ്ഞു മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലയുടെ മറുപടി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പ്രസിദ്ധീകരിക്കുമോ? നിങ്ങൾ എടുത്ത് വായിക്കുമോ? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുല്ലയുടെ മറുപടി. നിങ്ങൾ അത് ഒഴിയല്ലേ? നിങ്ങൾ അത് തിരുത്തി മറിച്ചു ഒഴിവാക്കി ഒഴിയല്ലേ? ആ യുവതയുടെ പുസ്തകം ഇതൊക്കെ വെച്ചാ ചോദ്യം. എന്നിട്ട് പറയാ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെ പറഞ്ഞു? ഒന്നെടുത്ത് കാണിച്ചേ. നിങ്ങൾ ഉമർ മൗലവിയുടെ മറുപടി നിങ്ങൾ തള്ളുമോ കൊള്ളുമോ? ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം നിങ്ങൾ പിൻവലിക്കുമോ പ്രസിദ്ധീകരിക്കുമോ? നിങ്ങൾ പറയും. എന്താ നിങ്ങൾ പറയണത്? മറുപടി അത്രേ. ഇതാണ് മൂപ്പർ ഒരു മറുപടിന്റെ കോലം. ശരി, ഇനി അടുത്ത കേട്ടോളി. 8ാമത്തേത് ഉറക്ക വിളിക്കുക എന്ന് പറയുന്നതാണ്. ബഹുമാനായിട്ടുള്ള മൻസൂർ അലി ചമ്മാട് അതിന്റെ വിഷയങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയുണ്ടായി. മൻസൂർ അലി ചമ്മാട് നിർവഹിച്ചു. എങ്ങനെ അറിയോ? ആമ തല വലിക്കും പോലെ തല വലിച്ചു. അത്ര തന്നെ. വേറെ എന്തിയാ മൂപ്പര് കാട്ടിയത്? മൂപ്പരവനെങ്ങനെ ഉറക്ക വിളിച്ചു. അത് വായിച്ചാൽ പോയി. അത് വായിച്ചാ പോരാ, അവിടെ ഉറക്ക വിളിക്കണം. ആരെ? അല്ലാഹനെ ഉറക്ക വിളിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ വിനയത്തോടെ എളിമയോടെ വിളിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കണത്? നിങ്ങൾ ബധിരനായ മൂകനായ
ആളെയാണോ വിളിക്കുന്നത്? ആരെങ്കിലുമാണോ വിളിക്കുന്നത്? അല്ലാഹനല്ലേ വിളിക്കണത്? പതുക്കെ വിളിച്ചാൽ മതി. അപ്പോൾ മൂപ്പരിങ്ങനെ ആമ തലവലിക്കുമ്പോൾ എങ്ങനെ വായിച്ചു പോയതാണ് മറുപടി. നല്ല മറുപടിയാണ്, മറുപടിക്ക് പറ്റിയ ആളെന്നെ മൂപ്പര്. കാരണം മൂപ്പർക്കറിയാം, മൂപ്പര് കൊണ്ടുവന്ന രേഖകളൊക്കെ മൂപ്പരെ തലമണ്ടക്ക് അടികിട്ടുന്ന പോലത്തെ രേഖകളാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ KM മൗലവി റഹിമഹുല്ലാഹിന്റെ ഫത്വ വായിച്ചിട്ട് കുടുങ്ങിയതൊക്കെ എന്ത് രസം കാണാനും അറിയോ. പച്ച മലയാളത്തിലെ 4 വരി വായിച്ച് കുടുങ്ങി ആര്? മൻസൂർ അലി സാഹിബ്. എന്നിട്ടാ മൂപ്പര മറുപടി, നിങ്ങൾക്ക് മറുപടി. അപ്പോൾ ഇതാണ് മറുപടി പറഞ്ഞതിൻ്റെ കോലം. ശരി, ഞാൻ അടുത്തൊന്ന് കേട്ടോളി. അതേപോലെ തന്നെ ജിന്ന് അഭൗതികമാണോ ഭൗതികമാണോ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് കാര്യകാരണത്തിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് 17 മുതലുള്ള ചോദ്യങ്ങളിൽ ദീർഘമായി അദ്ദേഹം നിർവഹിക്കുന്നത്. 17 മുതൽ ചോദ്യങ്ങൾ കാര്യകാരണ ബന്ധം അഭൗതികം. അത് ജാബിർ റഹ്മാനി സാഹിബെ ഇവിടെ നടന്നു വന്ന പരിപാടികളിലെ ഏറ്റവും മുഖ്യ ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾ എന്താ പറഞ്ഞത്? കണ്ണിക്കുത്തൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം. അതാണോ ഇസ്ലാമിന്റെ തൗഹീദ്? അതാണോ ഇസ്ലാമിന്റെ വിശ്വാസം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി ഇടപെടുന്ന ഒരേ ഒരു ശക്തി അല്ലാഹ് മാത്രമാണ്. ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അഭൗതിക മാർഗത്തിലൂടെ മറ്റുള്ളവർ സഹായിക്കുമെന്നാണ് ആ വിശ്വാസം. ശിർക്കും കുഫറുമാണ്. പച്ചക്ക് എഴുതി വെച്ചില്ലേ നിങ്ങൾ? സിഹിറിന്റെ ഇടപെടൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നല്ല നിവർന്ന ഒരു നിലപാട് നിങ്ങൾ പറയും. വളഞ്ഞും ഒടിഞ്ഞുള്ള നിലപാട് പറയല്ലേ. എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറയണം. ഇനിയൊക്കെ പോകട്ടെ, ഇവിടെ നമ്മൾ നല്ലൊരു ചോദ്യം കൊടുത്തു. എന്താ അറിയോ? അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ, കേൾക്കണേ, അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ എന്ത് ബാധിക്കും? സിഹിർ പോലെയുള്ള കാര്യങ്ങൾ, കണ്ണേറ് പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ ബാധിക്കും. അതിനായത്ത് സൂറത്തു ബഖറയിലെ ആയത്ത്, വമാഹും ബിദ്വാരീന, അവരുപദ്രവിക്കൂല അള്ളാഹിൻ്റെ ഇതിനില്ലാതെ. പ്രയോഗം നോക്കണേ, ഖുർആന്റെ പ്രയോഗം അള്ളാഹിൻ്റെ ഇതിനില്ലാതെ. അപ്പോൾ അലി മദനി സാഹിബ് എന്ത് ചെയ്തു? അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മലക്കുകൾ നമ്മളെ സംരക്ഷിക്കുമെന്ന ആയത്തോതി. അപ്പോൾ ഈ ഉള്ളവൻ ചോദിച്ചു, ശരി, അതേ നിലപാട് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കട്ടെ, അള്ളാഹിൻ്റെ ഇതിനുണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾ എടുക്കുന്നു, അത് നിങ്ങൾ എടുക്കുവോ? ഈ ചോദ്യം ചെന്നപ്പോൾ മൂപ്പര് പറഞ്ഞു, അതൊക്കെ വിധിയാണ്, വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ മൂപ്പര് പറയണ എന്താ അറിയോ? മറുപടിയിൽ പറയാണ്, അത് ഇതിനിന്റെ ഭാഗമാണ്. കേട്ടോളി. ഇത് വിധി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പരാമർശ വിധേയമായിട്ടുള്ള സംഗതിയാണ് എന്നും വിധി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് എന്നും ഖലാഉം ഖദറും എവിടെയാണ് കിടക്കുന്നത് എന്നും മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുന്നതോ, അതല്ല വലിയൊരു സംഭവമായി അവതരിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നതോ എന്താണ് എന്നറിയില്ല. ഏതായിരുന്നാലും ശരി, നിഷിദ്ധമായ ഒരു കാര്യം, ആ നിഷിദ്ധമായ ഒരു കാര്യം ഒരാൾ ചെയ്യുകയോ, ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്യുകയോ, പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഒരാൾ ചെയ്യുകയോ, വർജിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയോ ചെയ്താൽ ആ ചെയ്തു എന്ന് പറയുന്ന കാര്യം വെറായി പരിഗണിച്ചുകൊണ്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള മസൂലിയത്തും പടച്ചവനിലേക്കല്ല പോകുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ഇറാദത്തിന്റെയും അള്ളാഹുവിന്റെ ഇതിന്റെയും കിതാബത്തിന്റെയും മശിയത്തിന്റെയും ഒക്കെ ഭാഗമായി സംഭവിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് അത്. അതന്നെ വേണ്ടത്. പരപ്പനങ്ങാടി ഗണ്ണനത്തിന്റെ വാക്കാലുള്ള വിജയം മനസ്സിലായണ്ടോ? വാക്കിൽ നിങ്ങൾ വിജയിച്ചു. അള്ളാന്റെ ഇതിന് അതന്നെ ഖുർആനും പറഞ്ഞത്. അതേ ആയത്താണ് KM മൗലവി റഹിമഹുല്ലാഹ് KM മൗലവി ഫത്വകളിൽ എടുത്തു കൊടുത്തത്. അവിടെ KM മൗലവി പറഞ്ഞു, അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ ഫലിക്കും, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. എന്തേ നിങ്ങളെ നാവ് കൊണ്ട് ഇതിനി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അവിടേക്കാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മനസ്സിലായോ? അപ്പോഴും നിങ്ങൾ പറയണെന്താ? സിഹിറിന്റെ ഹദീസ് ദഈഫ്. ഓ, ഇടത്തനാട്ട പറഞ്ഞത് കേട്ടോളി, മൂപ്പര് കേട്ടോളി. ദുർബലമായ ഹദീസ്, ലോകത്ത് ദഈഫായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ആ ദഈഫായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നത്. കേട്ടില്ല? ചർച്ചകൾ അതാണ് ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ നടത്താനോ മൂപ്പര് പറയണം. നടത്തിന്റെ കോലാപ്പത്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ഇബ്നു അഅസം എന്ന ജൂതൻ ചെയ്തത് അള്ളാഹുവിന്റെ വിധി എന്നോണം അതിന് സ്വാധീനമുണ്ടായി, യാഥാർത്ഥ്യമുണ്ടായി.
ആ ചോദ്യം വെച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് ഇതിന് പറയേണ്ടി വന്നു. എന്നിട്ട് നിങ്ങൾ പിന്നെയും പറയാ ലൈഫ്, ഖുർആനിന്റെ ആയത്തിന് എതിരാണ് ജാബിർ റഹ്മാനി ഈ വർത്താനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കിന് എതിരാണ്. ഹിശാം ഇബ്നു ഉർവ എന്ന താബിഈ പണ്ഡിതന്റെ വാക്കിന് എതിരാണ്. താബിഈയാണ്. സ്വഹാബത്തിന്റെ ഇജ്മാഇന് എതിരാണ്. അഹ്ലുസുന്നയുടെ ഇജ്മാഇന് എതിരാണ്. അമാനി മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞു അത് മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ്, തള്ളൽ. ഇബ്നു ദർസ്ഖായി റഹിമഹുല്ലാഹ് ഇമാം മാരിസി റഹിമഹുല്ലയെ ഉദ്ധരിച്ചു പറഞ്ഞു മുഅ്തസിലിയാക്കൾ തള്ളിയിട്ടുണ്ട്, തള്ളപ്പെടേണ്ട നിലപാടാണത്. എന്നിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞില്ല. അതേ കാര്യം തന്നെ ഇവിടെ അലി മദനി ആവർത്തിച്ചു കേട്ടോളി. ഞങ്ങൾ പറയുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ബാധിച്ചിട്ടില്ല, ഒരാൾക്കും മരണം ബാധിക്കുകയില്ല, അത് അന്ധവിശ്വാസമാണ്. കേട്ടില്ല നിങ്ങൾ? അത് അന്ധവിശ്വാസാണ്. അത് നിങ്ങൾക്ക് അന്ധവിശ്വാസമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആ അന്ധവിശ്വാസവാദമാണ് ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞാകെ ഉടഞ്ഞ് തരിപ്പണാക്കണം. സൂറത്ത് ഫുർഖാനിലെയും ഇസ്രായിലെയും ആയത്തിന് തെർജുമാനിൽ ഖുർആനിൽ മഹാനായ ഉമർ മൗലവി കൊടുത്തതെന്താ? ഈ ഹദീസ് ആയത്തിന് എതിരാണെന്ന് പറയുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും. നിങ്ങളോട് വേറെ വഴി നോക്കാനേ ഉമർ മൗലവി അന്ന് പറഞ്ഞു. നിങ്ങളോട് മാത്രമല്ല സിൽവരോട് പറഞ്ഞു വേറെ വഴി നോക്കിക്കൊള്ളിന്ന്. മനസ്സിലായോ? ഉമർ മൗലവി കൈമാറി തന്ന ഒരു പാരമ്പര്യം കളഞ്ഞു കുടിക്കാറ് ഞങ്ങൾ കൊണ്ട് നടക്കുന്നു. ശരി, അവസാനിപ്പിക്കുകയാണ്. ഇനി ജാബിർ റഹ്മാനി പല കാര്യങ്ങൾക്ക്. ജിന്നുബാധ, പിശാചുബാധ, പിശാചി രോഗമുണ്ടാക്കും എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ തിരുചര്യ അഥവാ സ്വഹീഹായ ഹദീസിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. നിങ്ങൾ തെളിയിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എങ്കിൽ അങ്ങനെ തെളിയിക്കണം. ഖുർആൻ ആയത്ത് ഓതിയിട്ടായിരിക്കണം, പ്രവാചകന്റെ തിരുചര്യയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളിത് തെളിയിക്കേണ്ടത്. കേട്ടില്ല നിങ്ങൾ? ഇത് മൂപ്പര് ഇടത്തനാട്ടുകര വല്ലാത്തൊരു ചോദ്യമായിട്ട് കൊണ്ട സാധനമായിരുന്നു. സിഹിർ ബാധ, പിശാജ് ബാധ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് തെളിവാണ് മൂപ്പർക്ക്. തെളിവ് തന്നെ നമ്മൾ കൊടുത്തത്. തെളിവ് ഇനി വേണമെന്നാണ്. ആ തെളിവ് എത്ര കൊടുത്താലും തികയില്ല. സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പിശാജ് ബാധിച്ചവനെ പോലെ. ആ ആയത്തിന് അമാനി മൗലവി റഹിമഹുല്ലാഹ് കൊടുത്തത് പിശാജ് ബാധിക്കുക തന്നെയാണ്. മനസ്സിലായോ? അത് ആലങ്കാരിക പ്രയോഗമല്ല. ആലങ്കാരിക പ്രയോഗമാണെന്ന് മുഅ്തസിലി വാദമാണ്. അത് ഇവിടെ കൊണ്ടു നടക്കുന്നത് CH മുസ്തഫയാണ്. അകമ്പൊരുളിൽ എടുത്ത് വായിച്ചു നോക്കി. അകമ്പൊരുൾ എന്ന് പറയുന്ന അയാൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ അയാളെ കിതാബിൽ ഈ മുഅ്തസിലി വാദമുണ്ട്. ജമാഅത്ത് അബുലാല മൗദൂദിക്ക വാദമുണ്ട്. മനസ്സിലായോ? അബുലാല മൗദൂദിയുടെ CH മുസ്തഫയുടെ മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിക്ക് പോയിട്ട് ഞങ്ങളോട് തെളിവ് വഹിക്കുക. പിന്നെയോ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഉണ്ടെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അപ്പം അത് ആലങ്കാരിക പ്രയോഗം, അത് വസ്വാസ് ഉണ്ടാക്കൽ. ആരവാദ? മുഅ്തസിലിയാക്കളുടെ വാദം. തെളിവ് ഹദീസ്. ഇനിയോ ഇജ്മാ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇജ്മാ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശറഇന് എതിരാണ്. അയാൾ ശറഇനെ കളവാക്കുകയാണ്. എത്ര പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആരെ പാരമ്പര്യത്തിൽ അറിയോ? ഇപ്പോൾ ഇവിടെ ഷിയായിസവും മുഅ്തസിലി വാദവും കൊണ്ട് നടക്കുന്ന CH മുസ്തഫയുടെ പാരമ്പര്യത്തിലാണ്. പിന്നെ മൂപ്പര് മൻഹജുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അതൊന്ന് കേൾക്കുക. നേർക്കുനേരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനഹജ് സലഫ്, സലഫിയുടെയല്ല, സലഫിന്റെ മനഹജ് എന്ന നിലക്കാണ് എങ്കിൽ അവിടെ ഒരിക്കലും തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇബ്നു അബ്ബാസിനെ പോലെയുള്ള, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ള, അതേപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാരായ നമ്മുടെ ഉമ്മമാരെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ടിട്ടുള്ള പ്രവാചക അധ്യാപനങ്ങൾ, പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പൂർവസൂരികളായിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് പരിഗണിക്കുന്നത്. എന്നാൽ പിന്നീട് അറബികളായി വന്നിട്ടുള്ള ആ അറബികളിൽ തന്നെ സലഫി ധാര എന്ന നിലക്ക് സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് മനഹജു സലഫ് കടന്നു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഏടാകൂടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ മുജാഹിദുകളായ ആളുകൾക്ക് തർക്കമില്ല. ശരി, മൂപ്പര് പറയുന്ന മനഹജ് എന്താ വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ സ്വഹാബികളെ പേരൊക്കെ പറഞ്ഞിട്ട് ആ മനഹജാണ് ഞങ്ങളെ മനഹജ്.
അല്ലാത്ത കുറേ പണ്ഡിതന്മാരെ വെച്ചിട്ട് കാര്യമില്ല. ശരി, അതാണ് നിങ്ങളെ മനഹജെങ്കിൽ സിഹിറിൻ്റെ, കണ്ണേറിൻ്റെ, സംസമിൻ്റെ, അജുവയുടെ ഒക്കെ വിഷയത്തിൽ, സൊഫിൻ്റെ വിഷയത്തിൽ പല വിഷയങ്ങളുണ്ടല്ലോ. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട നിങ്ങളെ നിഷേധമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എടുക്കുക. ആ വിഷയങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മനഹജ് പ്രകാരം ഏത് സ്വഹാബിയാണ് തള്ളിയത്, നിരൂപണം നടത്തിയത്, പരിഹസിച്ചത് ഒക്കെ ഒന്ന് കാണിച്ചരിങ്ങൾ, ഒന്ന് കാണിച്ചരിങ്ങൾ. നിങ്ങൾ നിരൂപണത്തിൻ്റെ മറവിൽ നടത്തുന്ന ആ നിഷേധം ആര് ചെയ്തു നിങ്ങൾ കാണിച്ചരി. ശരി, പിന്നെ മൂപ്പര് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അങ്ങനത്തെ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ശരി, അമാനി തഫ്സീർ തൊടാൻ പറ്റൂല. മനസ്സിലായോ? അമാനി മൗലവി റഹിമഹുല്ലാ ഈ തഫ്സീർ എഴുതാൻ പ്രധാനമായും അവലംബിച്ചത് തഫ്സീർ തൊബരി, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ഇബ്നു കസീർ. മനസ്സിലായോ? ഇവരൊക്കെ സ്വഹാബികളാ ആണോ? സ്വഹാബികളിൽ നിന്ന് താബികളിലൂടെ പിന്നീട് വന്നവരിലൂടെ കൈമാറി കിട്ടിയത് അവർ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എഴുതിയ തഫ്സീറുകൾ നോക്കിയിട്ടാണ് അമാനി മൗലവി എഴുതിയത്. അപ്പം നിങ്ങൾ ഏത് മനഹജാ പറയണത്? ശരി, ഇനി കെ എം മൗലവി റഹിമഹുല്ലയുടെ ആ മനഹജ് നിങ്ങൾക്ക് ഉണ്ടോ? കെ എം മൗലവി റഹിമഹുല്ല അതെല്ലാം അംഗീകരിച്ച പണ്ഡിതനാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇത് സത്യധാര. ഈ സത്യധാരയിൽ മനഹജിൻ്റെ വിഷയം പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്. അതെന്താ അറിയോ? പിന്നെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സൂറത്ത് നിസായിലെ 115-ാമത്തെ ആയത്ത്. അഥവാ പൂർവികരായ ഉത്തമ തലമുറയിൽ ജീവിച്ചവരെ മാർഗം പിൻപറ്റണമെന്നാണ് ആയത്ത്. അതാണ് ആയത്ത്. ആ ആയത്ത് ഓതിയപ്പോൾ ഉമർ സുല്ലൈ പറഞ്ഞ എന്താ അറിയോ? അത് ഇ കെ അസം മുസ്ലിയാർ ഓതിയ പോലത്തെ ആയത്താണ്. നിങ്ങൾക്ക് എന്ത് മനഹജാണുള്ളത് നിങ്ങൾ പറയും. മനഹജ് പഠിപ്പിക്കുന്ന ആയത്തുകളെ സമസ്ത മുസ്ലിയാക്കന്മാർ ഓതിയ ആയത്തിനോട് തുല്യപ്പെടുത്തുന്ന നിങ്ങൾ സലഫി മനഹജ് ഇവിടെ വന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പുരോഹിതന്മാർക്ക് അഭിമുഖം കൊടുത്ത നിങ്ങൾ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാരമ്പര്യത്തിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് വളരെ അകന്നു പോവുകയാണ്. പിന്നെ മൂപ്പർക്കുള്ള ഒരു പരാതി, അലിമദനിക്കുള്ള ഒരു പരാതി ഒന്ന് കാണാം. അവസാനത്തെ ക്ലിപ്പ് ഒന്ന് കണ്ടോളിയും. ആ പരാതി കാണുമ്പോൾ ഇതെന്തായി അവസ്ഥ എന്ന് മനസ്സിലാവും. പരിശുദ്ധ റമദാൻ ആഗതമായി നമ്മളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്തെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഷിർക്കിലേക്കും കുഫറിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്ന ഈ പരിപാടി വിഷ്ണുകാർ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നല്ല ആവശ്യമാണ്, നല്ല ആവശ്യമാണ് നിങ്ങൾ പറഞ്ഞത്. നിർത്തണം എന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലേ? നിങ്ങൾക്ക് വല്ലാത്തൊരു തലവേദന ഉണ്ട്. എന്നാൽ മനസ്സിലായിക്കോളിയും, വിശുദ്ധ റമദാൻ ആഗമനമാകുമ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിന് കൊടുത്താണ് ഞങ്ങൾ ഈ പണി ചെയ്യണം. മനസ്സിലായോ? ഈ പരപ്പനങ്ങാടിയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ മാത്രം ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ എല്ലാ ശാഖകളിലും. മനസ്സിലായോ? ഇനി റമദാനുമായി ബന്ധപ്പെട്ടല്ല, പുരോഹിതന്മാർക്ക് നേരെയുള്ളത് സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട്. അതിനിടയിൽ ഇതാണ് മർമ്മം, ഇതാണ് പ്രധാനം. കാരണം എന്ത് ശരിയാകണമെങ്കിലും ഇതാണ് ശരിയാകണം. നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, സകാത്ത് സ്വീകരിക്കണമെങ്കിൽ ഇതാണ് ശരിയാകണം. ഇത് ശരിയാകാതെ ഒന്നും ശരിയാകൂല. അതുകൊണ്ട് ഇങ്ങക്കൊരു പക്ഷേ മാനസിക പ്രയാസം സഹിക്കവയ്യാതെ ഇതൊക്കെ നിർത്തി കിട്ടണമെന്നുണ്ടാകും. ഇൻഷാ അല്ലാ വേണ്ടി വന്നാൽ ആദർശപരമായ ഈ മുന്നേറ്റം ഞങ്ങൾ തുടരും. അതോടൊപ്പം കൂടെ വന്ന മറ്റൊരാൾക്ക് നമ്മളൊരു വർക്ക് കൊടുത്തിരുന്നു. എന്താ വർക്ക്? കരിമ്പിലാക്കൽ സാഹിബിന് വർക്ക് കൊടുത്തിരുന്നു. വെളിച്ചം സോവനീറും 3-4 ശബാബുകളും എടുത്തു കാട്ടിയിട്ട് മൂപ്പര് കിതാബുകൾ പരതി ഈ നിഷേധിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്നതെടുക്കും ഇന്നതെടുക്കൂല എന്നൊരു പണി ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിരുന്നു. സംഗതി മൂപ്പർക്ക് ആ പണി ഓർമ്മല്ല. നമ്മൾ മൂപ്പർക്ക് ഇമ്പോഷൻ കൊടുത്തു. ഇനി ഇമ്പോഷൻ വീണ്ടും പണിഷ്മെൻ്റായി കൊടുക്കേണ്ട കോലാണ്. എന്താ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? 3100 ചില്ലാനം ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചു എന്ന് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ മുണ്ടാട്ടല്ലാത്തത്? എന്താ നിങ്ങൾ അനങ്ങാത്തത്? നിങ്ങൾക്ക് കഴിയൂല കൂട്ടരെ. ശരി, അതൊക്കെ ബാക്കിയുണ്ട്. മുമ്പത്തിലെ 20 ബാക്കിയുണ്ട്. എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് പോരാ, കഴിഞ്ഞതിൽ ബാക്കിയുണ്ട്. ഇനി കേട്ടോളിയും. സൊഫുമായി ബന്ധപ്പെട്ട ഹദീസ് ഷബാബിൽ പച്ചയായി നിങ്ങൾ പരിഹസിച്ചതാണ്. എന്നാ ഷബാബ് അറിയോ?
ഈ ഷബാബ് കേട്ടോളിയും 2014 ഡിസംബർ 12 ഷബാബ് സൊഫ് ശരിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഹദീസിനെ കുഴിപ്പുറം സുല്ലമി പച്ചക്ക് പരിഹസിച്ച് എഴുതിയ ലേഖനാണത്. സൊഫുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ എടുക്കുക, ഏത് എടുക്കും ഏതെടുക്കൂല നിങ്ങൾ പറയണം. അസ്രായിലിന്റെ കണ്ണ് പൊട്ടിച്ചത് പൊട്ടൻ കഥ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അൽമനാറിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹിമഹുല്ല പഴയ കാലത്ത് അതിൻ്റെ സ്വീകാര്യത തെളിയിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ ഏതെടുക്കും ഏത് എടുക്കൂല എല്ലാം പൊട്ടൻ കഥയാണോ? സിറാത്ത് പാലം ഇല്ല എന്നാണ് നിങ്ങൾ എഴുതി വിട്ടത്. സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മൊത്തെടുക്കുക, ഇന്നതെടുക്കും എടുക്കൂല മൊത്തെടുക്കൂല നിങ്ങൾ പറയണം. കുളിച്ചികിത്സ എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിച്ച ഹദീസ് നിരവധി ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. എടുക്കോ എടുക്കൂലെ തള്ളുവോ അതല്ല മോശം പ്രയോഗങ്ങൾ നടത്തുമോ നിങ്ങൾ പറയണം. ഇത് കരിമ്പിലാക്കൽ സാഹിബിനെ കൊണ്ട് കയ്യോങ്കി ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പണിക്ക് മുതിരരുത്. കാരണം കിതാബുകൾ പരതാനുള്ള ശേഷി നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് നല്ലോണം അറിയാം. എന്നാലും നിങ്ങൾ ശീലിച്ച് വരണമല്ലോ, ഒന്ന് പഠിച്ചു വരണം. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തു വരും. വെറുതെ വന്നുകാണ്ട് 999 2000 ആ കണക്കും വർഷം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇവിടെ ആദർശം പറയും നിങ്ങൾ. ശരി, ഈ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ചോദ്യങ്ങളെ തുടർച്ചയായി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇതെല്ലാം 170-ൽ പരം 175-ൽ പരം കാര്യങ്ങൾ ചോദ്യങ്ങളായി നിങ്ങളെ മുമ്പിൽ വിട്ടുതരികയാണ്. ഇൻഷാ അല്ലാ ഈ ആദർശ പോരാട്ടത്തിൽ ഉത്തരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്. സഹോദരങ്ങളെ, ഓരോ നന്മകളും കണക്ക് കൂട്ടി കൃത്യമായി ബോധ്യപ്പെടുത്തി നാളെയുടെ കോടതിയിൽ സ്വർഗനരകം തീരുമാനിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരിക്കുന്ന നിമിഷം അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു മരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്ത് പോകൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ മാർഗത്തിൽ തളർച്ചയും ക്ഷീണവും നോക്കാതെ പ്രായമുള്ളവർ, യുവാക്കൾ, ചെറുപ്പക്കാർ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് നാളെ സ്വർഗത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.